ويكفر عنكم سيئاتكم ويغفر لكم والله ذو الفضل العظيم وإذ يمكر بك الذين كفروا ليثبتوك أو يقتلوك أو يخرجوك ويمكرون ويمكر الله والله خير الماكرين وإذا تتلى عليهم آياتنا قالوا قد سمعنا لو نشاء لقلنا مثل هذا إن هذا إلا أساطير الأولين وإذ قالوا اللهم إن كان هذا هو الحق من عندك فأمطر علينا حجارة من السماء أو ائتنا بعذاب أليم وما كان الله ليعذبهم وأنت فيهم وما كان الله معذبهم وهم يستغفرون صدق الله مولانا العلي العظيم يا أيها الذين آمنوا استجيبوا لله وللرسول إذا دعاكم لما يحييكم واعلموا أن الله يحول بين المرء وقلبه وأنه إليه تحشرون സത്യവിശ്വാസികളെ ഇസ്തജീബു ലില്ലാഹി വലിർറസൂൽ നിങ്ങൾ അല്ലാഹുവിനോടും അവന്റെ പ്രവാചകരോടും ഉത്തരം കൊടുക്കുക ഇദാ ദആകും ലിമാ യുഹീകും നിങ്ങളെ ആ പ്രവാചകൻ നിങ്ങളെ ജീവിപ്പിക്കുന്ന ഒരു ദർശനത്തിലേക്ക് വിളിക്കുമ്പോൾ വഅലമു അന്നല്ലാഹ യഹൂലു ബൈനൽ മർഇ വഖൽബി അറിയുക അല്ലാഹു മനുഷ്യന്റെയും അവന്റെ ഹൃദയത്തിന്റെയും ഇടയിൽ അവനാണ് കൈകാര്യം ചെയ്യുന്നത് വഅന്നഹു ഇലൈഹി തുഹ്ശറൂൻ നിശ്ചയം അവനിലേക്കാണ് നിങ്ങളെ മടക്കപ്പെടുകയും ചെയ്യുന്നത് സത്യവിശ്വാസികളെ നിങ്ങൾ അല്ലാഹുവിലേക്ക് അല്ലാഹുവിന്റെ പ്രവാചകരുടെ വിളികളിലേക്ക് നിങ്ങൾ ഉത്തരം നൽകുക ലിമാ യുഹീകും നിങ്ങളെ ജീവിപ്പിക്കുന്ന ഒരു ദർശനത്തിലേക്ക് നിങ്ങളെ ജീവിപ്പിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെയും നാളെ ആഖിറത്തിലും അല്ലാഹുവിന്റെ പരിശുദ്ധ ദീൻ മുറുകെ പിടിച്ചവനാണ് ജീവിക്കാൻ അവകാശമുണ്ടാവുക അതാണ് നിങ്ങളെ ജീവിപ്പിക്കുന്നത് എന്ന് അല്ലാഹു പറയുന്നത് ഇവിടെയും ഏറ്റവും സാന്ത്വനസിദ്ധമായ അവസ്ഥയിൽ ജീവിക്കാൻ സാധ്യമാകുന്നത് ആർക്കാണ് സത്യവിശ്വാസിക്കാണ് അതുപോലെ തന്നെ നാളെ ആഖിറത്തിൽ രക്ഷപ്പെടുന്നവനും സത്യവിശ്വാസിയാണ് അപ്പോൾ നിരന്തരമായ ഒരു ജീവിതത്തെ നിതാന്തമായ ജീവിതത്തെ കുറിച്ചാണ് അല്ലാഹുവും അവന്റെ റസൂലും നമ്മെ ക്ഷണിക്കുന്നത് അതുകൊണ്ടാണ് അല്ലാഹു പറയുന്നത് നിങ്ങളെ അല്ലാഹുവിന്റെ റസൂൽ എങ്ങോട്ട് വിളിക്കുന്നു ഇദാ ദആകും ലിമാ യുഹീകും നിങ്ങളെ ജീവിപ്പിക്കുന്ന ഒന്നിലേക്ക് ആ മഹാപ്രവാചകൻ വിളിക്കുമ്പോൾ അല്ലാഹുവിനും അവന്റെ റസൂലിനും നിങ്ങൾ ഉത്തരം കൊടുക്കുക വഅലമു അന്നല്ലാഹ യഹൂലു ബൈനൽ മർഇ വഖൽബി മനുഷ്യന്റെയും അവന്റെ ഹൃദയത്തിന്റെയും ഇടയിൽ പിന്നെ മാറ്റിമറിക്കുന്ന പണി ചെയ്യുന്നവൻ പടച്ചവനാണ് അവനാണ് അതിന്റെ ശക്തിവിശേഷങ്ങളെ തിരിച്ച് നിയന്ത്രിക്കുന്നവൻ അല്ലാഹുവാണ് അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ സൂചിപ്പിച്ചിരുന്നു എപ്പോഴും ദുആ ചെയ്യേണ്ട ഒന്നാണ് റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മതൻ ഇന്നക അൻതൽ വഖ്ഖാബ് റബ്ബനാ ഹബ് ലനാ റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ പടച്ചവനെ നീ ഞങ്ങളുടെ ഹൃദയത്തെ തെറ്റിക്കരുത് ഇസാഅത്ത് ചെയ്യരുത് തെന്നിച്ചു കളയരുത് നീ ഞങ്ങളുടെ ഹൃദയത്തെ എപ്പോഴും നിരന്തരമായി മനുഷ്യജീവിതത്തിന്റെ എപ്പോഴുമുള്ള അവസ്ഥ എന്ന് പറയുന്നത് അവൻ തിന്മയുടെയും നന്മയുടെയും ഇടയിലൂടെ സഞ്ചരിക്കുന്നവനാണ് അവനൊരു മലക്കല്ലല്ലോ മലക്കിന്റെ പ്രത്യേകത എപ്പോഴും അവൻ അള്ളാഹുവിന്റെ കൽപ്പനയെ അനുസരിക്കുന്ന പ്രത്യേക സൃഷ്ടിവിശേഷത്താൽ സൃഷ്ടിക്കപ്പെട്ട വ്യക്തിത്വമാണ് ആര് മലക്ക് അതേസമയം മനുഷ്യൻ അങ്ങനെയല്ല മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ എപ്പോഴും
തിന്മകളിലേക്ക് പോകാൻ സാധ്യമാകുന്ന ഒരു വിഭ്രമമായ മനസ്സിന്റെ ഉടമയാണ് അവൻ. എപ്പോഴും അങ്ങനെ ആകാം. പക്ഷെ അതിൽ നിന്ന് രക്ഷപ്പെടുന്ന വിധം പടച്ചവനെ പേടിക്കുകയും തിന്മയിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്ത മനുഷ്യനെ ശരിക്കു പറഞ്ഞാൽ അഗ്നിപരീക്ഷണത്തിലൂടെ അള്ളാഹു ശുദ്ധീകരിച്ച് മലക്കിനേക്കാളും ഉന്നതമായ പദവിയിലേക്ക് അള്ളാഹു എത്തിക്കുന്നു. അതുകൊണ്ടാണ് ചിലപ്പോ അവൻ ആരുടെ യജമാനനാകും? മലക്കിന്റെ യജമാനനാകും. മലക്കവന്റെ സേവകനാകും. അള്ളാഹു തന്നെ അങ്ങനെ പറയുന്നു. അള്ളാഹുവിൽ അർപ്പിതമായ മനസ്സുള്ള ഒരു സത്യവിശ്വാസിയെ പ്രത്യേകിച്ചും അള്ളാഹു പറയുന്നു, അവന്റെ ഹൃദയത്തിൽ അള്ളാഹു എഴുതി വെച്ചത് ഈമാനാണ്. വഖതബ ഫീ ഖുലൂബിഹിമുൽ ഈമാൻ, അവന്റെ ഹൃദയത്തിൽ അള്ളാഹു ഈമാൻ എഴുതി വെച്ചു. വഅയ്യദഹും ബിറൂഹിൻ മിൻ, ജിബ്രീൽ അലൈഹിസ്സലാമിനെ കൊണ്ട് പ്രത്യേകം ആ വിഭാഗം ആളുകളെ നാം അള്ളാഹു ശക്തിപ്പെടുത്തുകയും ചെയ്തു. ആരാണവർ? അവരുടെ ഹൃദയത്തിൽ അള്ളാഹുവും അവന്റെ റസൂലും മാത്രമേ ഉള്ളൂ. അവരുടെ ഹൃദയത്തിൽ അള്ളാഹുവിന്റെ കൽപ്പനകളെ അനുസരിക്കുക എന്ന ശുദ്ധമായ പ്രകൃതിയാണ് അവന്റെ ഹൃദയത്തിലുള്ളത്. അവൻ അള്ളാഹുവിന്റെ റസൂലിനോടുള്ള പ്രേമബദ്ധതയാണ് നിലനിൽക്കുന്നത്. അങ്ങനെയുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ വകതബ ഫീ ഖുലൂബിഹിമുൽ ഈമാന, അവന്റെ ഹൃദയത്തിൽ അള്ളാഹു ഈമാൻ എഴുതി വച്ചു. ഈമാൻ മുദ്രയടിക്കപ്പെട്ട ഹൃദയം അള്ളാഹു നമുക്ക് തരുമാറാകട്ടെ. വകതബ ഫീ ഖുലൂബിഹിമുൽ ഈമാന വഅയ്യദഹും ബിറൂഹിൻ മിൻ. ഈ ആയത്ത് ഇതേ ബദറിന്റെ രണാങ്കളത്തിൽ അവതീർണമായ ആയത്താണ്. ഞാൻ പറഞ്ഞതാണത്. ബദറിൽ സയ്യിദുന അബൂ ഉബൈദത്തുൽ ജറാഹ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മുമ്പിൽ തന്റെ പിതാവ് ശത്രുപക്ഷത്ത് നിന്ന് വലിയ വലിയ അർത്ഥത്തിലുള്ള ശകാരങ്ങൾ, ആക്ഷേപങ്ങൾ ഉന്നയിക്കുമ്പോഴും ക്ഷമാശീലനായി നിന്ന ഈ മകൻ പിന്നീട് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കെതിരായി വളരെ ശക്തമായ ആക്ഷേപം ഉന്നയിച്ചപ്പോ പിതാവ് ശത്രുപാളയത്തിൽ നിന്ന പിതാവിന്റെ ശിരസ്സെടുത്ത് മുഹമ്മദ് നബിയുടെ മുമ്പിൽ കൊടുക്കുന്നുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോഴാണ് ആ പിതാവിന്റെ ശിരസ് കണ്ട് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ പ്രവാചകൻ വല്ലാതെ പൊട്ടിത്തെറിച്ചാണ് ചോദിച്ചത്, അബൂ ഉബൈദ, പിതാവിനെ കൊല്ലാൻ ആരാ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോഴാണ് ഒന്ന് ഇപ്പോ മുസ്ലിമായിരുന്നുവെങ്കിൽ എന്ന് തോന്നിപ്പോയത്. ഇപ്പോ മുസ്ലിമായിരുന്നുവെങ്കിൽ സകല പാപങ്ങളും പൊറുക്കപ്പെട്ടവനായി ഞാൻ വീണ്ടും വരാമായിരുന്നല്ലോ എന്ന് അബൂ ഉബൈദക്ക് തോന്നിപ്പോയി. ആ ഖേദത്തിന്റെ മുമ്പിലേക്കാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, നബിയെ, അവരുടെ ഒരു പ്രത്യേകത അതാണ്, നിങ്ങളെക്കാൾ അപ്പുറത്ത് മറ്റാരെയും കാണാത്തവരാണവർ. നിങ്ങളെക്കാൾ അപ്പുറത്ത് മാതാവിനെയോ പിതാവിനെയോ സഹോദരനെയോ മക്കളെയോ കാണാൻ കഴിയാത്ത വിധം അങ്ങയോട് പ്രേമതുല്യമായ ഒരു മനസ്സുള്ളവരാണവർ. ലാ തജിദു ഖൗമൻ യുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ യുവാദ്ദൂന മൻ ഹാദ്ദല്ലാഹ വറസൂലഹു വറസൂലഹു. നബിയെ, അന്ത്യനാളിലും അള്ളാഹുവിലും വിശ്വസിച്ച ഒരു ജനവിഭാഗത്തെ അങ്ങയോടും അള്ളാഹുവിനോടും എതിരാകുന്ന വിഭാഗത്തോട് സ്നേഹം കാണിക്കുന്നതായി കാണാനേ കഴിയില്ല. അവരോടൊരിക്കലും അവർക്ക് പ്രേമം കാണിക്കാനാവൂല. വലൗകാനൂ ആബാഅഹും, ഒരുപക്ഷേ ആ എതിർപക്ഷത്ത് നിൽക്കുന്നവർ അവരുടെ പിതാക്കളായേക്കാം, ഔ അബ്നാഅഹും, അല്ലെങ്കിൽ അവരുടെ മക്കളായേക്കാം, ഔ ഇഖ്വാനഹും, അവരുടെ സഹോദരന്മാരായേക്കാം, ഔ അശീറത്തഹും, അവരുടെ ബന്ധുമിത്രാദികളായേക്കാം. പക്ഷേ അങ്ങയോട് എതിര് കാണിച്ചാൽ അതിനോട് സ്നേഹം കാണിക്കാൻ അവർക്ക് കഴിയില്ല. ഉലൈക കതബ ഫീ ഖുലൂബിഹിമുൽ ഈമാൻ, അവരുടെ ഹൃദയത്തിൽ അല്ലാഹു എഴുതി വെച്ചത് ഈമാനാണ്. അവരുടെ ഹൃദയത്തിൽ അല്ലാഹു എഴുതി വെച്ചത് ഈമാനാണ്. അതുകൊണ്ട് വഅയ്യദഹും ബിറൂഹിൻ മിൻ, അവരെ ആര് ശക്തിപ്പെടുത്തുന്നു? ജിബ്രീൽ അലൈഹിസ്സലാം. അപ്പൊ മലക്കുകളുടെ കൂട്ടുണ്ടാകാൻ എന്ത് വേണം? അല്ലാഹുവിലേക്ക് അടുക്കണം. ഇസ്തജീബൂ ലില്ലാഹി വലിർറസൂൽ, അല്ലാഹുവിനും അവന്റെ റസൂലിനും നിങ്ങൾ ഉത്തരം കൊടുക്കുക. എങ്ങോട്ട്? ഇദാ ദആകും ലിമാ യുഹീകും, നിങ്ങളെ ജീവിപ്പിക്കുന്ന ഒരു മഹദ്ദർശനത്തിലേക്ക് മുഹമ്മദ് നബി വിളിക്കുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾക്ക് വേണ്ടി അവസാനം വരെയും കരയുന്ന ഒരു പ്രവാചകനിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം, അവസാനത്തെ എന്റെ ഉമ്മത്തിൽ നിന്ന് അവസാനത്തെ മനുഷ്യനെയും രക്ഷപ്പെടുത്താതെ എനിക്ക് എന്റെ പ്രാർത്ഥനയെ അവസാനിപ്പിക്കാൻ കഴിയില്ലെന്ന ശഫാഅത്തിൽ നിലനിൽക്കുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇദാ ദആകും ലിമാ യുഹീകും, നിങ്ങളെ ജീവിപ്പിക്കുന്ന ഒരു മഹദ്ദർശനത്തിലേക്ക് പ്രവാചകൻ വിളിച്ചാൽ
ഇസ്തജീബൂ ലില്ലാഹി വലിർറസൂൽ, നിങ്ങൾ അല്ലാഹുവിനും അവന്റെ റസൂലിനും ഉത്തരം കൊടുക്കുക. വഅലമു അന്നല്ലാഹ യഹൂലു ബൈനൽ മർഇ വഖൽബി, മനുഷ്യന്റെ ഹൃദയത്തിന്റെയും അവന്റെയും ഇടയിലുള്ള പണി നടത്തുന്നവൻ അല്ലാഹുവാണ്. വഅന്നഹു ഇലൈഹി തുഹ്ശറൂൻ, അവനിലേക്ക് മടക്കപ്പെടും, അവനിലേക്ക് നിങ്ങളെ മുഴുവനും മടക്കപ്പെടും. വത്തഖൂ ഫിത്നതൻ ലാ തുസീബന്നല്ലദീന ളലമൂ മിൻകും ഖാസ്സ വഅലമു അന്നല്ലാഹ ശദീദുൽ ഇഖാബ്. വത്തഖൂ ഫിത്നതൻ, അല്ലാഹു പിന്നെ പറയാൻ, വത്തഖൂ ഫിത്നതൻ, നിങ്ങൾ ഫിത്നയെ ഭയക്കണം. ലാ തുസീബന്നല്ലദീന ളലമൂ മിൻകും ഖാസ്സ, നിങ്ങളുടെ കൂട്ടത്തിലെ ഒരു പറ്റം അക്രമകാരികളായ ആളുകൾ, അക്രമി എന്ന് പറയുന്നതിന്റെ അർത്ഥം വാളും പിന്നെ ബോംബും എറിഞ്ഞു മാത്രം ജീവിക്കുന്നവൻ എന്ന അർത്ഥത്തിലില്ല. അള്ളാഹുവിന്റെ കൽപ്പനയെ അനുസരിക്കാതെ പോകുന്നവനല്ലേ ആരാണ്? ലാലിമാണ്, അക്രമകാരിയാണ്. അവരെല്ലാം ലാലിമാണ്, അക്രമകാരിയാണ്. അപ്പോ ആ അർത്ഥത്തിൽ നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് അങ്ങനെ അതിക്രമികളായ ആളുകൾക്ക് വേണ്ടി മാത്രമായി എന്തു വരില്ല? ഫിത്ന വരില്ല. ലാ തുസീബന്നല്ലദീന ളലമൂ മിൻകും ഖാസ്സ. എന്താ ഒരു ശബ്ദമില്ലാത്ത പോലെ, എന്താണ് ഇത് പറ്റിയത്? വരേണ്ട ആളുകൾ വരന്നെ വേണമല്ലേ? ലാ തുസീബന്നല്ലദീന ളലമൂ മിൻകും ഖാസ്സ, നിങ്ങളുടെ കൂട്ടത്തിലെ ഒരു ളുൽമ് ചെയ്യുന്ന വിഭാഗം ആളുകൾക്ക് മാത്രമായി എന്ത് വരില്ല? ഫിത്ന വരില്ല. വരുമ്പോ, കുഴപ്പങ്ങൾ വരുമ്പോ എന്തുണ്ടാകും? എല്ലാ വിഭാഗം ആളുകളിലേക്കും വന്നേക്കാം. ഞാൻ രക്ഷപ്പെടും എന്ന് വിചാരിച്ചാരും ജീവിക്കണ്ട എന്നർത്ഥം. അതായത് ഞാൻ എന്റെ പണി മാത്രം നടത്തി നിസ്കരിച്ച് നോമ്പ് നോറ്റ് ഞാൻ എന്റെ സ്വന്തം കാര്യങ്ങളുമായി മാത്രം ജീവിക്കാമെന്ന് വിചാരിച്ചാലും അള്ളാഹു അങ്ങനെ തീരുമാനിക്കുന്നില്ല. സമൂഹം കുഴപ്പത്തിലെത്തുമ്പോൾ ആ കുഴപ്പത്തിന്റെ ഭാഗഭാക്കായി ആരും മാറുമെന്നർത്ഥം? മനുഷ്യർ മാറും. ഈ ആയത്ത് വരുമ്പോഴാണ് സയ്യിദത്തുനാ സൈനബ് ബിൻതു ജഹ്ഷ് റളിയല്ലാഹു അൻഹ, റസൂലുള്ളാഹിയുടെ ഭാര്യ, പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുന്നുണ്ട്, ആനുഹ്ലകു വഫീന സ്വാലിഹൂൻ, നബിയെ നമ്മളൊക്കെ അങ്ങനെ നശിപ്പിക്കപ്പെടുവോ? അനുഹ്ലകു വഫീന സ്വാലിഹൂൻ, നമ്മളുടെ കൂട്ടത്തിൽ സ്വാലിഹീങ്ങളായ ആളുകൾ ഉണ്ടായിരിക്കെ നമ്മളെ മുഴുവനും നശിപ്പിക്കപ്പെടുവോ? പുണ്യ നബി പറയുന്നു, നഅം, സംഭവിക്കും. ഇദാ കസുറൽ ഖബത്, ജീർണത കൂടിയാൽ അങ്ങനെ വലിയ ദുരന്തങ്ങൾ സംഭവിക്കുമെന്ന് മുഹമ്മദ് റസൂൽ. അപ്പൊ അതിനെന്തേ പോംവഴി എന്നറിയോ? അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ നിരന്തരമായി പണിയെടുക്കാൻ നമ്മൾ തീരുമാനിക്കുക മാത്രമാണ് അതിനുള്ള പോംവഴി. ചിലയിടങ്ങളിൽ ഇങ്ങനെ കാണാം. മഹാനായ ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ഉദ്ധരിക്കുന്ന ഹദീസുകളിൽ കാണാം. ഇമാം ഗസ്സാലി തന്റെ ഹീൽ പിന്നെ രേഖപ്പെടുത്തുന്നുണ്ട്, അള്ളാഹു ശിക്ഷ അവതരിപ്പിക്കാൻ വേണ്ടി മലക്കുകളോട് ആവശ്യപ്പെട്ടപ്പോ മലക്കുകൾ പിന്നെ പടച്ച തമ്പുരാനോട് പറയുന്നുണ്ട്, പടച്ചവനെ, ആ ഭൂമിയിൽ നിന്നെ മാത്രം നിരന്തരം ആരാധിച്ചൊരു മനുഷ്യൻ ഇരിക്കുന്നുണ്ടല്ലോ, അവന്റെ കാര്യത്തിൽ എന്ത് തീരുമാനം ഉണ്ടാക്കും? പക്ഷേ അവൻ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടിയിരുന്ന പ്രധാനപ്പെട്ട കാര്യം ചെയ്യാതിരിക്കുന്നു. അതുകൊണ്ട് അവനാണ് ആദ്യം ഈ ശിക്ഷയ്ക്ക് വിധേയമാകേണ്ടവൻ. എന്താണത്? അതെ, നന്മ പടർത്താനും പരത്താനും ഓടി നടക്കേണ്ടവനാണ് ആര്? അല്ലേ? കുന്തും ഖൈറ ഉമ്മ ഉഖ്രിജത് ലിന്നാസി തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകർ, നിങ്ങളാണ് ഏറ്റവും ഉന്നത വിഭാഗം. എപ്പോഴാ? ഉഖ്രിജത് ലിന്നാസി, ജനങ്ങൾക്ക് വേണ്ടി നിയോഗിതരാണ് നിങ്ങൾ. നിങ്ങളുടെ പ്രത്യേകതയോ തഅ്മുറൂന ബിൽ മഅറൂഫ്, നന്മ കൽപ്പിക്കുകയും വതൻഹൗന അനിൽ മുൻകരി, തിന്മയിൽ നിന്ന് നിങ്ങൾ ആളുകളെ തടയുകയും ചെയ്യണം. അപ്പോ ജനങ്ങൾക്ക് നന്മ പറഞ്ഞു കൊടുക്കാനും ജനങ്ങളെ തിന്മയിൽ നിന്ന് മാറ്റി നിർത്താനുമുള്ള ബാധ്യത ആർക്കുണ്ട്? നമുക്ക് അള്ളാഹു തന്നതാണ്. അങ്ങനെ ഒരു വിഭാഗത്തെയാണ് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് കുന്തും ഖൈറ ഉമ്മത്തിൻ എന്ന് തന്നെ വിളിച്ചത്. കുന്തും ഖൈറ ഉമ്മത്തിൻ, നിങ്ങളാണ് ഏറ്റവും ഉന്നത വിഭാഗം. നിങ്ങൾ ഉന്നത വിഭാഗം ആകാനുള്ള പ്രത്യേക അഡ്രസ് എന്താണ്? തഅ്മുറൂന ബിൽ മഅറൂഫ്, നന്മ കൽപ്പിക്കണം. വതൻഹൗന അനിൽ മുൻകർ, തിന്മ വിരോധിക്കുകയും വേണം.
നന്മ കൽപ്പിക്കാനും തിന്മ വിരോധിക്കാനും പ്രത്യേകം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിശ്ചയിച്ച ഒരു വിഭാഗം ആളുകളാണ് യഥാർത്ഥത്തിൽ സത്യവിശ്വാസികൾ. അങ്ങനെ അല്ലെങ്കിൽ ഇത്തരത്തിൽ അദാബുകൾ അല്ലാഹു കൊണ്ടുവരും. നോക്കൂ, ഇന്നന്നാസ ഇദാ റഅൗ ളാലിമ വലം യഖുദു അലാ യദൈഹി ഔശക അൻ യഉമ്മഹുമുല്ലാഹു ബിഇഖാബിൻ മിൻ ഇൻദിഹി. ഇന്നന്നാസ ഇദാ റഅൗ ളാലിമ, ഒരു അക്രമിയെ ജനങ്ങൾ കണ്ടിട്ട് ആ അക്രമിയുടെ കാര്യത്തിൽ പിന്നെ അവൻ യാതൊരു തരത്തിലും പിന്നെ തടയപ്പെടാതെ പോകുന്നുവെങ്കിൽ, അവനെ ജനങ്ങൾ തടയുന്നില്ല എന്ന് വന്നാൽ ഔശക അൻ യഉമ്മഹുമുല്ലാഹു, അല്ലാഹു എന്ത് ചെയ്യും? ആ അദാബിനെ അവരുടെ മുഴുവൻ അൻ യഉമ്മഹുമുല്ലാഹു ബിഇഖാമി മിൻ ഇൻദിഹി, അവന്റെ ഭാഗത്തു നിന്നുള്ള അദാബ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എല്ലാവർക്കും ആയിട്ട് കൊടുക്കും. അപ്പോ ഒരു തിന്മ വന്നാൽ ആ തിന്മയെ തടയാൻ ആർക്ക് ബാധ്യതയുണ്ടെന്ന് അർത്ഥം? ഒരുപാട് ഹദീസുകൾ ഇത് സംബന്ധമായി തന്നെ പുണ്യനബി പറയുന്നുണ്ട്. അതായത് നഹിയുൻ അൻ മുൻകരിൻ വ അംറും ബിമഅറൂഫ്, നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യാം. നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്ന വിഭാഗത്തെ കുറിച്ച് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത്, അവർ ഖലീഫത്തുല്ലാഹി വ ഖലീഫത്തു റസൂലിഹി വ ഖലീഫത്തു കിതാബിഹി എന്നാണ്. അള്ളാഹുവിന്റെ ഖലീഫയാണവർ, അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഖലീഫയാണവർ, അള്ളാഹുവിന്റെ വേദഗ്രന്ഥത്തിന്റെ ഖലീഫയാണവർ. നന്മ കൽപ്പിക്കുക എന്നതിൽ നിന്ന് മാറി നിൽക്കുന്നവനോ, അങ്ങനെ മാറി നിന്നാൽ സമൂഹത്തിനുണ്ടാകുന്ന മുഴുവൻ തിന്മകളുടെയും ഉത്തരവാദിത്വത്തിലേക്ക് ആരും ചെല്ലും? ആരുണ്ടാവും കൂടെ? നമ്മളുണ്ടാവും. ശരിക്കും ഞാൻ മാത്രം നന്നായാ മതി എന്ന് തീരുമാനിക്കുന്നിടത്തോ അള്ളാഹു ഒരിക്കലും അതിനെ അനുവദിക്കുന്നേയില്ല. നോക്കൂ, ഒരുപാട് ആയത്തുകൾ ഇത് മാത്രം പറഞ്ഞു പോയാൽ മതി. വഇദ് ഖാലത് ഉമ്മത്തും മിൻഹും ലിമ തഇദൂന ഖൗമൻ അല്ലാഹു മുഹ്ലികുഹും വ മുഅദ്ദിബുഹും അദാബൻ ശദീദാ ഖാലൂ മഅ്ദിറതൻ ഇലാ റബ്ബിക്കും വലഅല്ലഹും യത്തഖൂൻ. വഇദ് ഖാലത് ഉമ്മത്തും മിൻഹും, അവരുടെ കൂട്ടത്തിൽ നിന്ന് ഒരു പ്രത്യേക സമുദായം മറ്റൊരു സമൂഹത്തോട് ചോദിച്ച സന്ദർഭം ഓർക്കണം. ലിമ തഇദൂന ഖൗമൻ, എന്തിനു നിങ്ങൾ അവരെ ഉപദേശിക്കണം? അല്ലാഹു മുഹ്ലികുഹും വ മുഅദ്ദിബുഹും അദാബൻ ശദീദാ, അല്ലാഹു ഒന്നുകിൽ അവരെ കടുത്ത ശിക്ഷകൾ നൽകുകയോ അല്ലെങ്കിൽ അവരെ കൂട്ടമായി നശിപ്പിക്കുകയോ ചെയ്യില്ലേ, എന്തിനു നിങ്ങൾ അവരെ ഉപദേശിക്കണം? ഖാലൂ, അപ്പോൾ ഈ ഉപദേശികളായ വിഭാഗം ആളുകൾ പറഞ്ഞു, മഅ്ദിറതൻ ഇലാ റബ്ബിക്കും, ഞങ്ങൾ ഉപദേശിച്ചു എന്ന് ഞങ്ങളുടെ നാട് തിന്മയുടേതായ സകലമാന ജീർണതയുടെയും പൂങ്കാരമായപ്പോ ഞങ്ങൾ ഉപദേശിക്കാൻ ഇറങ്ങിയിരുന്നു എന്ന്, ഞങ്ങൾ നന്മ ചെയ്യാനും നന്മ ആളുകൾക്ക് പടർത്തി കൊടുക്കാനും വേണ്ടി പണിയെടുത്തുവെന്ന് നാളെ ഞങ്ങളുടെ തമ്പുരാന്റെ മുമ്പിൽ, നിങ്ങളുടെ നാഥന്റെ മുമ്പിൽ ഞങ്ങൾക്ക് കാരണം ബോധ്യപ്പെടുത്താനാണ്. മഅ്ദിറതൻ ഇലാ റബ്ബിക്കും വലഅല്ലഹും യത്തഖൂൻ. മാത്രമോ അവര് നന്നായാൽ ആരെങ്കിലും ഒരു ചെറിയ ഒരു ഉപദേശം കൊടുത്തിട്ട് നന്നാവുന്ന ഏതെങ്കിലും ഒരു മനുഷ്യൻ നന്നായി കിട്ടിയാൽ നമുക്ക് എത്ര വലിയ ഫല കിട്ടാ അല്ലെ? ഒരാളെ നന്നാക്കുക, ഒരാളെ ഹിദായത്തിലെത്തിക്കുക. അഷ്റഫുൽ ഖൽഖ് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെ ഒരാളെ ഹിദായത്തിലെത്തിച്ചാൽ നിനക്ക് ഈ ഭൂമിയിലെ സകലതിനേക്കാളും വലിയ ഭാഗ്യം ലഭ്യമാകും എന്ന് മുഹമ്മദ് നബി. ലഅൻ യഹ്ദിയല്ലാഹു ബിക റജുലൻ വാഹിദൻ, ഒറ്റ ഒരാളെ, ഒരുപാട് ആളെയല്ല, ഒറ്റ ഒരാളെ നിന്റെ കാരണത്താൽ അള്ളാഹു ഹിദായത്തിലാക്കിയാൽ അതിന് എത്ര വലിയ വർത്താനം പറയാം. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നിന്റെ കാരണം കൊണ്ട് അള്ളാഹു ഒരാൾക്ക് ഹിദായത്ത് കൊടുത്താൽ, നിന്റെ കാരണം എന്ന് പറഞ്ഞാൽ നീ പ്രസംഗിച്ചിട്ടാവണമെന്നില്ല, നീ എഴുതിയിട്ടാവണമെന്നില്ല, നീ യഥാർത്ഥ മുസ്ലിമായി ജീവിച്ചിട്ട് മാത്രം മതി. ശരിക്കും അല്ലേ? യഥാർത്ഥത്തിൽ ഒരു മുസ്ലിമായി ജീവിക്കുക വഴി ആ മുസ്ലിമിന്റെ ജീവിതത്തെ നോക്കി മാത്രം അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനിന്റെ മാർഗം ശരിയെന്ന് ബോധ്യപ്പെട്ട എത്ര മനുഷ്യരുണ്ട് ഭൂമിയിൽ. നിങ്ങൾ നോക്കൂ, നമ്മൾ നമ്മുടെ ദീനിനെ പരിഹസിക്കുകയല്ലേ പലപ്പോഴും ചെയ്യാറ് അല്ലെ? ആത്മാർത്ഥമായി നിങ്ങളൊന്ന് കൈ നെഞ്ചത്ത് വെച്ച് ആലോചിച്ച് നോക്കൂ, ഞാൻ എന്റെ പരിശുദ്ധ ദീനിനെ അവമതിക്കുകയാണോ? എന്റെ ചെയ്തികൾ, എന്റെ തിന്മകൾ, എന്റെ തെറ്റുകൾ, എന്റെ അധാർമികതകൾ, എന്നെ നോക്കി ഇവനാണ് മുസ്ലിം എന്ന് പറയുന്ന വിധത്തിലേക്ക് മറ്റൊരുത്തൻ എന്നെ വീക്ഷിക്കുമ്പോ
എന്റെ തിന്മകളിലേക്ക് നോക്കിയാണ് എന്റെ ഇസ്ലാമിനെ വിലയിരുത്തുന്നുവെങ്കിൽ 1400 കൊല്ലം മുമ്പ് 23 കൊല്ലം കൊണ്ടൊരു ജീവിതത്തെ മുഴുവനും സങ്കടക്കടലാക്കിയ മുഹമ്മദ് നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം അവമതിക്കുകയല്ലേ ചെയ്യുന്നത്? അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കേ, നിങ്ങളുടെ ഡ്രസ്സിൽ, നിങ്ങളുടെ വേഷത്തിൽ, നിങ്ങളുടെ ജീവിത രീതിയിൽ. ഞാൻ എന്തിനാ എപ്പോഴും ഡ്രസ്സിനെ പറയണമെന്ന് തോന്നുന്നു. നിങ്ങൾ ഡ്രസ്സുകൾ മാറാതിരിക്കുന്നിടത്തോളം കാലം നിരന്തരം അത് പറയാതെ നിർവാഹമില്ല മക്കളെ. നിങ്ങൾ ഇടുന്ന ഓരോ ഡ്രസ്സും അള്ളാഹുവിന്റെ റസൂലിന് ഇഷ്ടപ്പെട്ടതേ അല്ല, തീർത്തും. അതുകൊണ്ട് നിങ്ങളിപ്പോ മാറാം. ഏറ്റവും നല്ല സമയം ഇതാണ്, ഏറ്റവും നല്ല സമയം ഇതാണ്. നിങ്ങൾ വയസ്സായിട്ട് മാറിയിട്ട് എന്താ കാര്യം? ചില സഹോദരിമാരെ ഞാൻ കാണാറുണ്ട്, മക്കളൊക്കെ ഏറ്റവും ഹൈ മോഡേൺ ഫാഷൻഡ് ഡ്രസ്സായിരിക്കും ധരിക്കുക. പക്ഷെ ഇവര് മുഖം മൂലം മറിച്ചിട്ടുണ്ടാവും. എന്തിനാ അങ്ങനെ? അവരുടെ വയസ്സോ 90 അല്ലെങ്കിൽ 70 വയസ്സായ ഉമ്മാമ പലപ്പോഴും മറക്കാതിരുന്നാൽ പോലും കർമ്മശാസ്ത്ര രീതിയ തെറ്റല്ലാത്ത ചില സന്ദർഭങ്ങളുണ്ട്. അതേസമയം ഈ പെൺകുട്ടി മറക്കാതിരിക്കൽ ഒരിക്കലും അനുവദിക്കപ്പെടുന്നില്ല. നോക്കൂ നിങ്ങൾ. എന്നിട്ട് ഈ പെൺകുട്ടിയോ വളരെ മോഡേൺ വേഷത്തിലും, ഇവര് വളരെ നന്നായി. എന്നിട്ട് തസ്ബീഹിന്റെ മാല എങ്ങനെ മറിക്കാം. ആ ഉമ്മാമക്കൊന്ന് ഉപദേശിച്ചൂടെ, മോളെ ഇത് ശരിയല്ലാന്ന് അല്ലേ? എത്ര വൃത്തികെട്ട ഒരു രീതിയിലേക്ക് നമ്മൾ അടിമകളാകുന്നത് ആരുടേതാണ്? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നമ്മൾ ആരുടെ അടിമയാകണം? അള്ളാഹുവിന്റെ അടിമയോ? എങ്കിൽ അള്ളാഹുവിന്റെ കൽപ്പന അനുസരിക്കണം. ഇസ്തജീബൂ ലില്ലാഹി വലിർ റസൂൽ, അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും കേൾക്കണം. നിങ്ങൾ അടിമയാകുന്നത് നിങ്ങളുടെ ഈ പുതിയ കാലത്തിന്റെ ഫാഷനിസത്തോടാണെങ്കിൽ അത് യഥാർത്ഥത്തിൽ അള്ളാഹുവിനും അവന്റെ റസൂലിനും പൊരുത്തപ്പെടാത്തതാണ്. അപ്പോ നിങ്ങൾ നന്നായി വസ്ത്രം ധരിച്ച് നിങ്ങൾ ജീവിക്കുമ്പോൾ ആരെങ്കിലും നിങ്ങളോട് പറയാണ്, സഹോദരി എന്തിനാ നിങ്ങൾ ഇങ്ങനത്തെ ഒരു ഡ്രസ്സ് ധരിച്ചിട്ടുള്ളത്, ഞങ്ങളെപ്പോലെ ലെഗിനിട്ട് ജീവിച്ചൂടെ എന്ന് ചോദിച്ചാൽ, അല്ല ഇതെന്റെ വേഷമല്ല, ഇതെന്റെ പ്രവാചകൻ പഠിപ്പിച്ചതുമല്ല എന്ന് പറയുമ്പോൾ രണ്ടാലൊന്നുണ്ടാവുന്നുണ്ട് അവിടെ. ഒന്നുകിൽ അതിൽ നിങ്ങളോട് ഒരുതരം വിപ്രതിപത്തി ഉണ്ടാവും, ഒരുതരം ദേഷ്യം. ഓക്കെ, ചിലപ്പോ ഈ കണക്കിന് ലോകം മുഴുവനും ഇത്തരത്തില് ഈ പറയപ്പെടുന്ന ആഘോഷത്തിന്റെ തിമർപ്പിൽ നിൽക്കുമ്പോഴും ഒരു സൂക്ഷ്മശാലിയായ ഒരു പെൺകുട്ടി ജീവിക്കുന്നത് കണ്ട് അത്ഭുതം കൂറുന്ന ആരോ നിങ്ങളെ കാണുന്നുണ്ടാവും, അല്ലേ? സത്യം. ഇപ്പോ ഞാൻ എന്റെ വലിപ്പം പറയാലോ കേട്ടോ, പക്ഷെ എന്നാലും ഞാൻ ശങ്കരെ പഠിക്കുന്ന കാലത്ത് ഞാൻ ഈ വേഷത്തിൽ തന്നെ പോയത്. കോളേജിൽ, ലോ കോളേജിൽ പോയപ്പോഴും അങ്ങനെ തന്നെയാണ് പോയത്. പക്ഷെ ഈ കോളേജ് പഠിക്കുന്ന സമയത്ത് പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, എന്തിനാ ഇങ്ങനെ ഈ വേഷം? ഞാൻ പറയും, ഇതെന്റെ പ്രവാചകന്റെ സുന്നത്താണ്, നബിയുടെ സുന്നത്താണ്. അതിൽ നിന്ന് പിന്നീട് അടുത്ത ചോദ്യം വരും. അടുത്ത ചോദ്യം എന്തായിരിക്കും? ആരാണ് ഈ മുഹമ്മദ് നബി? സ്വാഭാവികമാണ്. ഞാൻ അതിനുശേഷം അവരുടെ സംശയങ്ങൾ തീർക്കാൻ വേണ്ടി മാത്രം കോളേജിലെ ഈ ലഞ്ച് ടൈമിൽ കിട്ടുന്ന ഇടവേള ക്ലാസ് എടുക്കാറുണ്ടായിരുന്നു. ഞാൻ ചോദിക്കട്ടെ, ഏതെങ്കിലും ഒരു കുട്ടിയുടെ മനസ്സിലേക്ക് ഒരു വെളിച്ചത്തിന്റെ ഒരു ചെറുകതിർ കൊടുക്കാൻ നമുക്ക് സാധിച്ചു എങ്കിൽ നമുക്ക് ഈ ഭൂമിയിൽ കിട്ടാവുന്ന ഏറ്റവും വലിപ്പം അത് തന്നെയല്ലേ? ഒറ്റ ഒരാളെ നന്നാക്കാൻ നിന്റെ കാരണത്താൽ നന്നാവുമെങ്കിൽ ഈ ഭൂമിയിലെ സകലതിനേക്കാളും നിനക്ക് നന്ന് അത് തന്നെയെന്ന് മുഹമ്മദ് നബി. ഒറ്റൊരാൾ. അങ്ങനെ എത്ര ആളുകളുണ്ടാവും? എന്റെ കൂടെ അന്ന് സാധാരണ അവൻ പാൻറിട്ടാ വരാറ്. പിന്നെ അതിനുശേഷം പിന്നെ തുണി എടുത്തു വരാൻ തുടങ്ങി. പിന്നെ അവൻ ഈ തീർത്തും കൃത്യമായി നെരിയാണിയുടെ മുകളിലേക്ക് മാത്രം എടുക്കാൻ തുടങ്ങി. അങ്ങനെ ജീവിച്ചു. ഞാനിങ്ങനെ ഇടയ്ക്കൊക്കെ ഈ സത്യത്തെക്കുറിച്ചും നന്മയെക്കുറിച്ചൊക്കെ പറയും. പിന്നെ ഇടക്ക് നല്ല വാളിന്റെ, അതായത് നല്ല പ്രസംഗ കാസറ്റുകൾ കൊടുക്കും. അന്ന് സമദാനി ഇങ്ങനെ ജ്വലിച്ചു നിൽക്കുന്ന കാലമാണ്. അങ്ങനെ സമദാനിയുടെ കാസറ്റ് കൊടുക്കും. സമദാനിയുടെ കാസറ്റ് കേട്ട് ഇങ്ങനെ വളരെ നന്നായി കാര്യങ്ങളൊക്കെ പറയും. അങ്ങനെ കുറെ കഴിഞ്ഞു. ഞങ്ങൾ MA കഴിഞ്ഞു. ഞങ്ങൾ 2 ഭാഗത്തേക്ക് പിരിഞ്ഞു. പിന്നീട് ദുബൈയിൽ അവൻ ചെന്നു. ഒരു ദിവസം അവൻ എന്നെ വിളിച്ചു പറഞ്ഞു, അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു. ഞാൻ സലാം അടക്കാൻ കുറച്ചൊന്ന് വിഷമിച്ചു. അപ്പൊ അവൻ തന്നെ എന്നോട് പറഞ്ഞു, എടാ നീ സലാം അടക്കിക്കോ, ഞാനിപ്പോ മുസ്ലിമാണ്. അപ്പൊ നോക്കൂ, എവിടെയോ ഒരു ചെറിയ കത്താൻ കൊടുക്കുന്ന ഒരു ചെറുവട്ടം പിന്നീട് മിനുങ്ങി കത്തി തുടങ്ങിയാൽ അവസാനം അതിന്റെ വെളിച്ചം നമുക്കൊരു വലിയ ഉപകാരമായി മാറും. ഇന്ന് തീരുമാനിച്ചൂടെ?
ഇനി മുതൽ അള്ളാഹുവിന്റെ റസൂലിന് പൊരുത്തല്ലാത്തൊരു വസ്ത്രം ഞാൻ ധരിക്കൂലാന്ന് പറ്റൂലേ? എന്തിനാ ലെഗിൻ? കീറി കളഞ്ഞൂടെ? അത് വാപ്പാനോടും ഉമ്മാനോടും പറഞ്ഞൂടെ ആ പണി അവസാനിപ്പിക്കണമെന്ന്? എനിക്കിനി വാങ്ങുന്ന വസ്ത്രം അള്ളാഹുവിന്റെ റസൂൽ കരയാത്ത വസ്ത്രമായിരിക്കട്ടെ. റസൂൽ കരയും, അഷ്റഫുൽ ഖൽഖ് കരയുമെന്ന് പുണ്യനബി തന്നെ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. തുഅറദു അലയ്യ അസ്സലാത്തു തുഅറദു അലയ്യ, എന്റെ മേൽ സലാത്ത് ഇങ്ങനെ വെളിവാക്കപ്പെടും. എന്റെ സമുദായാംഗങ്ങൾ എനിക്ക് സലാത്ത് ചെല്ലുമ്പോൾ ഞാൻ അവർക്ക് ഇങ്ങനെ എന്ത് ചെയ്യും? സലാത്ത് തിരിച്ചു ചൊല്ലിക്കൊണ്ടിരിക്കും. എന്നോട് സലാം ചെല്ലുമ്പോൾ ഞാൻ അവർക്ക് സലാം അടക്കുകയും ചെയ്യും. എന്റെ സമുദായത്തിലെ അംഗങ്ങൾ തിന്മ ചെയ്യുമ്പോൾ എനിക്ക് ദുഃഖമുണ്ടാകുമെന്ന് മുഹമ്മദ് റസൂൽ. അതുകൊണ്ട് നമ്മളിങ്ങനെ മനുഷ്യജീവിതത്തിന്റെ തെറ്റുകളിലേക്ക് പോയിക്കൂടാന്നൊന്നും ഞാൻ പറയുന്നില്ല. പോയിക്കൂടാന്ന് പറഞ്ഞാൽ പോയി പോകാം, അത് സ്വാഭാവികം, പോയി പോകാം അല്ലെ? അതിന് പിടിച്ചു നിൽക്കലാണ് നമ്മുടെ ആവശ്യം. പക്ഷെ കരുതി കൂട്ടി ഇത്തരം കാര്യങ്ങളെ എങ്ങനെ രക്ഷപ്പെടുത്താനാവും? പറ്റും. മനുഷ്യന്റെ കണ്ണും കാതും കൽബും ചിലപ്പോഴൊക്കെ ഏതോ ഇടങ്ങളിലേക്ക്, തെറ്റുകളിലേക്ക് പോയേക്കാം. അങ്ങനെ ആയിട്ടില്ലെങ്കിലും അള്ളാഹുവിന് ഇങ്ങനൊരു വിഭാഗത്തെ തന്നെ ആവശ്യമുണ്ടാകുമായിരുന്നില്ല. അത് വേറെ കാര്യം. ലൗലം തുദീബു, നിങ്ങൾ തെറ്റ് ചെയ്യുമായിരുന്നില്ല എങ്കിൽ ലജാഅ ബിഖൗമിൻ ആഖർ, വേറൊരു സമൂഹത്തെ അള്ളാഹു കൊണ്ടുവരുമായിരുന്നു. എന്തിനാ? തെറ്റു ചെയ്തിട്ടുണ്ടാകുന്ന പശ്ചാത്താപത്തിന്റെ കരളുരുക്കത്തെ നോക്കി, കണ്ണുനീരോടെ റബ്ബിന്റെ മുഖത്തേക്ക് നോക്കുന്നവനെ നോക്കി ഞാൻ നിനക്ക് പുറത്തു തന്നു എന്ന് പറയാനുള്ള സന്തോഷം അള്ളാഹുവിന്റെ വലിയ സന്തോഷമെന്ന് മുഹമ്മദ് നബി. രണ്ട് കൈയിങ്ങനെ ഉയർത്തിയിട്ട് അല്ലാഹ്, ഞാൻ ചെയ്തുപോയ തെറ്റുകൾ, ഞാൻ ചെയ്തുപോയ തിന്മകൾ നീ പൊറുക്കേണമേ എന്ന് രാത്രിയുടെ ഇരുട്ടിന്റെ ഗർഭത്തിലിരുന്ന് ഉടമസ്ഥനായ തമ്പുരാനോട് പ്രാർത്ഥിക്കുമ്പോ അഷ്റഫുൽ ഖൽഖ് പറയുന്നു, ആ സമയത്തെ അള്ളാഹുവിന്റെ സന്തോഷം ഏറ്റവും വലിയ സന്തോഷമാകുമെന്ന് മുഹമ്മദ് റസൂൽ. ആണ് തെറ്റ് ചെയ്യണമെന്നല്ല കേട്ടോ, തെറ്റ് ചെയ്തു പോകാം. അതുകൊണ്ടാണ് മഹാനായ ഹൻളല റളിയല്ലാഹു അൻ, ഹൻളല മദീനയുടെ തെരുവിൽ ഒരു മനുഷ്യനിങ്ങനെ ആളുകളെ മുഴുവനും കേൾക്കുമാറിങ്ങനെ ഉറക്കെ നിലവിളിച്ചോടുകയാണ്. നാഫഖ ഹൻളല, നാഫഖ ഹൻളല. ഹൻളല മുനാഫിഖായി പോയി, ഹൻളല മുനാഫിഖായി പോയി. മഹാന്മാരായ സ്വഹാബാക്കൾ ചോദിച്ചു, ഹൻളല എന്തു പറ്റി നിനക്ക്? ഹൻളല പറഞ്ഞു, ഞാൻ അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിലിരിക്കുമ്പോഴൊക്കെ പാരത്രിക ജീവിതത്തെക്കുറിച്ചാണ് നിരന്തരമായി ഓർക്കുന്നത്. പക്ഷേ തിരിച്ചെന്റെ വീട്ടിലേക്കും എന്റെ കുടുംബകാര്യങ്ങളിലേക്കും പോകുമ്പോ ലൗകിക ജീവിതത്തെക്കുറിച്ച് എനിക്ക് വല്ലാതെ എന്റെ മനസ്സിനെ അതുമാത്രം ഭരിക്കുന്നൊരവസ്ഥയുണ്ടാകുന്നു. അതുകൊണ്ട് ഞാൻ അവിടെ ഇരുന്നതല്ല ഇവിടെ ഇരിക്കുമ്പോ എന്ന് തോന്നുമെങ്കിൽ അവിടെ ഇരുന്ന ആ നിത്യമായ നിരന്തരമായ വിശ്വാസബോധം എനിക്കില്ല എന്ന് വന്നാൽ ഞാനൊരു മുനാഫിഖല്ലേ? സ്വഹാബാക്കൾ പലരും അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി. ശരിയല്ലേ ഹൻളല പറഞ്ഞത്? ഞാനും ഒരു മുനാഫിഖല്ലേ? ഓടി എല്ലാവരും അഷ്റഫുൽ ഖൽഖിന്റെ പരിശുദ്ധ സവിധത്തിലേക്ക് ചെല്ലുന്നവരൊക്കെ പറയാൻ തുടങ്ങി, നാഫഖ 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 ഹൻളല, ഹൻളല മുനാഫിഖാണ്. അങ്ങനെ ചെന്നപ്പോ പുണ്യനബി ചോദിച്ചു, അല്ല എന്തേ നിങ്ങളെല്ലാവരും ഇങ്ങനെ? അഷ്റഫുൽ ഖൽഖിന്റെ മുമ്പിൽ അവർ വിശദീകരിച്ചു, ഞങ്ങൾക്ക് ഭൗതിക ജീവിതത്തോടുള്ള ആസക്തി കൂടിപ്പോകുന്നു നബിയെ. അങ്ങയുടെ പരിശുദ്ധ മുഖം കാണുമ്പോഴുണ്ടാകുന്ന പാരത്രിക ജീവിത ചിന്തകൾക്ക് മാറ്റം വരികയും ഭൗതിക ചിന്തയോട് വല്ലാത്ത ആസക്തി ഉണ്ടാവുകയും ചെയ്യുന്നു നബിയെ. അഷ്റഫുൽ ഖൽഖ് ചോദിച്ചു, അല്ല നിങ്ങൾ അങ്ങനെ ഒട്ടുമില്ലായിരുന്നുവെങ്കിൽ ഈ മദീനയുടെ തെരുവോരങ്ങളിൽ നിന്ന് മലക്കുകൾ നിങ്ങളെ മുസാഫഹത്ത് ചെയ്യുമായിരുന്നല്ലോ. മനുഷ്യനെന്ന നിലയിൽ നിങ്ങൾക്ക് സംഭവിക്കുന്ന അത്തരത്തിലുണ്ടാകുന്ന ചെറിയ ശ്രദ്ധങ്ങൾ ഒരിക്കലും അത് തെറ്റായി കാണാൻ കഴിയില്ല ഹൻളല. അതുകൊണ്ട് അതൊന്നും മുസ്ലിമിനെ ബാധിക്കാതെ പോകണമെന്ന് പറഞ്ഞു മുഹമ്മദ് നബി. എന്നിട്ടാ പറഞ്ഞ ലൗലം തുദിനിബ്, നിങ്ങൾ തെറ്റ് ചെയ്യൂലേ, എന്നിട്ട് ഇസ്തിഗ്ഫാർ ചെയ്യൂലേ? എന്നാ പിന്നെ നിങ്ങളെയല്ല അള്ളാഹുവിന് ആവശ്യം. തെറ്റു ചെയ്തിട്ട് പടച്ച റബ്ബിന്റെ മുമ്പിൽ കരയുന്നവന് എന്താ കാര്യം? അവൻ അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ്. എന്നുവെച്ചാൽ ഇസ്തിഗ്ഫാർ ചെയ്യാൻ വേണ്ടി തെറ്റ് ചെയ്യണമെന്നാണ്? അതല്ല കേട്ടോ, ഞാൻ പറഞ്ഞ ഓരോന്നിനെയും വേറെ അർത്ഥത്തിൽ വ്യാഖ്യാനിക്കും. മനുഷ്യന് സംഭവിക്കുന്ന തെറ്റുകൾക്ക് അള്ളാഹു റബ്ബുൽ ഇസ്സത്തിന്റെ മുമ്പിൽ എന്തു ചെയ്യണം? അപ്പൊ അതുകൊണ്ട്
17, 18, 20 ഒക്കെ വയസ്സുള്ള നമ്മളെപ്പോലെ ഈ ചെറുപ്രായം എന്ന് പറയുന്നതിന്റെ പരീക്ഷണ ഘട്ടങ്ങളിൽ ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന അബദ്ധങ്ങളും അത്തരത്തിലുണ്ടാകാവുന്ന തെറ്റുകളും ഒക്കെ ഉടമസ്ഥന്റെ മുമ്പിലേക്ക് കൈയുയർത്തിയാൽ അള്ളാഹു പൊറുക്കും. ഒരു സംശയമുണ്ട്, എത്ര ദയാലുവാണ് അള്ളാഹു, എത്ര കാരുണ്യവാനാണ് പടച്ചവൻ. നമ്മുടെ പടച്ചവൻ കിരാതമായ ശിക്ഷകൾക്ക് വേണ്ടി മാത്രം കാത്തിരിക്കുന്നവനല്ല, മുന്നറിയിപ്പുകൾ തരുന്നത് അവന്റെ ഇഷ്ടത്തിൽ നിന്ന് അകന്നു പോകാതിരിക്കാൻ. അവന്റെ ഇഷ്ടത്തിൽ നകലാണ് ഏറ്റവും വലിയ ശിക്ഷയും. അതുകൊണ്ടാണ് വലിയ വലിയ മഹദികൾ റാബിയത്തുൽ അദവിയെ പോലെയുള്ളവർ ഇങ്ങനെ തന്നെ പറഞ്ഞത്, പടച്ചോനെ നരകത്തിലിട്ട് ശിക്ഷിച്ചോ, എനിക്ക് വിഷയമൊന്നുമല്ല, പക്ഷെ നിന്റെ സ്നേഹത്തിൽ നിന്ന് അകന്നു പോകുമെങ്കിൽ അതാണ് നിന്റെ ശിക്ഷ. അള്ളാഹുവേ, നിന്റെ പ്രേമം നീ ഞങ്ങൾക്ക് ചൊരിഞ്ഞു തരയണമേ, അവന്റെ ഇഷ്ടം. അതുകൊണ്ട് നിങ്ങൾ ആലോചിക്കൂ, ഒരു സമയമെങ്കിലും അള്ളാഹുവിന്റെ ഇഷ്ടത്തിൽ നിന്ന് മാറി നിൽക്കാവുന്ന വിധം നിങ്ങൾ പെൺകുട്ടികളെ ലെഗിനിട്ട് നടക്കരുതേ. പലപ്പോഴും ഈ ക്യാമ്പസിലേക്കെങ്കിലും വരുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ മാറ്റമുണ്ടായില്ലെങ്കിൽ പടച്ചവനെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഒരു മനുഷ്യൻ നന്നാവാൻ പറ്റിയ ഏറ്റവും നല്ല സ്ഥലം അള്ളാഹുവിന്റെ പരിശുദ്ധമായ മസ്ജിദുകളും അതോടൊപ്പം ഈ ദീന് നിരന്തരം ചർച്ച ചെയ്യുന്ന സ്ഥലങ്ങളുമാണ്. ഇവിടെയും നന്നാവൂല എന്ന് വന്നാൽ പിന്നെ നമ്മളെ ആരാ നന്നാക്കുക? അതുകൊണ്ട് ഇനി മുതൽ എന്റെ സഹോദരിമാർ, അതുപോലെ തന്നെ എന്റെ പ്രിയപ്പെട്ട അനുജന്മാർ, ബർമുഡ എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ അല്ലെ, ബർമുഡ ട്രയാങ്കിൾ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കേൾക്കലുണ്ട് അല്ലെ. എന്താ അത് ബർമുഡ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ? അതിനെക്കുറിച്ച് അന്ധവിശ്വാസം എന്ന് പറയുന്നവരുണ്ട്. അല്ല, അതെന്തോ ഒരു മിസ്റ്ററിയാണ്, അതെന്തോ രഹസ്യമാണ്, ആ ഭാഗത്ത് അങ്ങനെ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്ന് പറയുന്നവരുണ്ട്. സുബ്ഹാനല്ലാഹ്, അറിയില്ല എനിക്ക്. പക്ഷെ ഈ മറ്റൊരു സാധനമുണ്ട്. എന്താണത്? ഈ മുട്ടിന്റെ മുകളിൽ, അതായത് മുട്ട് മറക്കാത്ത വിധം ഇടുന്ന ഏത് ഡ്രസ്സും അന്യ പുരുഷന്റെയും അന്യ സ്ത്രീയുടെയും മുമ്പിലേക്ക് ചെല്ലുമ്പോൾ അത് ഹറാമാണ്. അതായത് മറ്റുള്ളവന്റെ മുമ്പിൽ നമ്മുടെ ഔറത്ത് ഒളിവാക്കൽ ഹറാമാണ്. നിങ്ങൾ മുട്ടിന്റെ താഴേക്കിട്ടോളൂ. മുട്ടിന്റെ താഴെയുള്ള ഒരു വസ്ത്രം, അതായത് മുട്ടുപൊക്കലിന്റെ ഇടയിൽ മറക്കാവുന്ന വസ്ത്രം ധരിച്ചോളൂ. അത് ഇനി ബർമുഡ ട്രയാങ്കിൾ എന്നോ അല്ലെങ്കിൽ വേറെന്ത് കുന്തോ എന്ന് പറഞ്ഞാലും വേണ്ടില്ല. പക്ഷെ മുട്ടിന്റെ പുറം, അതായത് മുട്ടിന്റെ ഇങ്ങോട്ട് കാണാവുന്ന രീതിയിൽ, തുട കാണാവുന്ന രൂപത്തിലേക്ക് നിങ്ങൾ ഒരിക്കലും അത് ധരിക്കരുത്. അത് ഹറാമാണ്. അത് ഹറാമാണ്. ഒരാൾ കാണുമ്പോൾ അത് ഹറാമാണ്. നിങ്ങൾക്ക് ഒറ്റയ്ക്കിരിക്കാൻ പറ്റുമെങ്കിലും അല്ലാതിരിക്കാൻ പാടില്ലാത്ത വിധം ഹറാമാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും ഈ ക്യാമ്പസിന്റെ അകത്ത് അത് പാടില്ല, പുറത്തും പാടില്ല. ചില കുട്ടികൾ യാത്ര ചെയ്യുന്നിടത്ത് പോലും ഇത്തരം സാധനം ഉപയോഗിക്കാറുണ്ട്. തെറ്റാണ്, തീർത്തും തെറ്റാണ്. ഇവിടുന്ന് പോയ ഏതോ ഒരു പയ്യനെ കുറിച്ച് ഒരിക്കൽ എന്നോടൊരു സുഹൃത്ത് പറഞ്ഞു, അങ്ങനെ ബർമുഡ ഉപയോഗിച്ച് പോയപ്പോ അവനോട് ചോദിച്ചു അത്രേ, ഇവിടുന്നാണോ വന്നത്? അങ്ങനെയെങ്കിൽ അതൊന്നും പറഞ്ഞു തന്നില്ലെന്ന്. അപ്പൊ എനിക്ക് തന്നെയല്ലേ മോശം. അവസാനം അവൻ പെട്ടെന്ന് അതൊക്കെ മാറ്റിയെന്നാണ് കേട്ടത്. പക്ഷെ എന്നാലും അങ്ങനെ ഉണ്ടാവരുത്. കാരണം നിങ്ങൾ ഏതായാലും ഒരു വർഷം ഇവിടെ ജീവിക്കുമ്പോ, അത് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോ ആളുകൾ ചോദിക്കൂലോ, എവിടെ പഠിച്ചത്? MIC-ലാണ്. എന്നിട്ട് എന്താ ഇങ്ങനെ എന്ന് ചോദിക്കുമ്പോ അതിലൊരു ചെറിയ പങ്ക് ആർക്ക് വരും? എനിക്ക് വരും അല്ലെ? അപ്പോ അതിലേക്ക് എന്നെ കൂട്ടരുത്. അതുകൊണ്ട് ഉപദേശിക്കൽ ഏറ്റവും പ്രധാനമായി നമ്മൾ ചെയ്യേണ്ട ബാധ്യതയാണ്. അതാണ് ഇവിടെ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത്, പടച്ച റബ്ബ്, ഒരു പറ്റം ചെറുപ്പക്കാരെ കുറിച്ചാണ് അള്ളാഹു പറയുന്നത്. നിങ്ങൾ എന്തിനാണ് ഉപദേശിക്കുന്നത് എന്ന് ഒരു ജനത ചോദിക്കുമ്പോ, ലിമ തഅലൂന ഖൗമൻ, എന്തിനു നിങ്ങൾ ഉപദേശിക്കണം? അല്ലാഹു മുഹ്ലികുഹും ഔ മുഅദ്ദിബുഹും അദാബൻ ശദീദാ, അല്ലാഹു കടുത്ത ശിക്ഷ കൊടുക്കുകയോ അല്ലെങ്കിൽ അവരെ നശിപ്പിക്കുകയോ ചെയ്യില്ലേ, എന്തിനു നിങ്ങൾ ഉപദേശിക്കണമെന്ന് ചോദിക്കുമ്പോ, ഖാലൂ മഅ്ദിറതൻ ഇലാ റബ്ബികും, നിങ്ങളുടെ നാഥന്റെ മുമ്പിലേക്ക് ചെന്നാൽ ഞങ്ങൾക്ക് കാരണം ബോധ്യപ്പെടുത്താനാകണം പടച്ചവനെ. ഞങ്ങൾ ഈ തെറ്റു കണ്ടപ്പോഴൊക്കെ അതിനെ തിരുത്താൻ ഞങ്ങളുടെ സഹോദരന്മാരോട് പറയുകയും ഉപദേശിക്കുകയും ചെയ്തിരുന്നു. വലഅല്ലഹും യത്തഖൂൻ, എന്ന് മാത്രല്ല അവരെങ്കിലും നന്നായാലോ. ആരും നന്നാവണമെന്നേ നമ്മൾ ഉദ്ദേശിക്കാവൂ. ഒരാളും തെറ്റിപ്പോകണമെന്ന് നമ്മൾ എന്ത് ചെയ്യും? ചിന്തിക്കാനേ പാടില്ല. നമ്മുടെ മനസ്സെപ്പോഴും ചിന്തിക്കേണ്ട കുറച്ചൊന്നും ഒരാൾ എന്നെ കൊണ്ട് നന്നാവണം, ഒരാളെ നന്നാക്കണം. ഖുർആൻ ക്ലാസ്സിലേക്ക് ഒരാളെ കൊണ്ടുവരുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത് ഖുർആൻ ക്ലാസ് ഏതെങ്കിലും ഒരു പ്രത്യേകമായ സംഘടിതമായ ഭാവത്തിൽ നിലനിന്നിട്ട് ആർക്കെങ്കിലും ഒരു പേരെടുക്കാനല്ല. പക്ഷെ ഈ പറയുന്നതിൽ നിന്ന് എന്തെങ്കിലും ഒരു വെളിച്ചം, ഒരു പ്രകാശം, അല്ലെ, ഒരു ബേണിംഗ് മൈൻഡ്,
ഒരു കത്തുന്ന മനസ്സുണ്ടാക്കാൻ കഴിഞ്ഞാൽ അത് മതി. ഒരു തീപ്പൊരി മതി. ഏത് തീപ്പൊരി? ഹൃദയത്തിലേക്ക് പോകുന്ന തീപ്പൊരി, ഹൃദയത്തെ ജ്വലിപ്പിക്കുന്ന തീപ്പൊരി, ഹൃദയത്തെ പ്രകാശമാനമാക്കുന്ന തീപ്പൊരി. അതുണ്ടായാൽ അത് ഒരു മനുഷ്യന് ഈ ക്ലാസ്സിലിരുന്നിട്ട് കിട്ടുമെങ്കിൽ വിളിച്ച ആൾക്ക് കിട്ടും അതിന്റെ പുണ്യം, ഉറപ്പ്. ഇവിടെ പ്രസംഗിച്ച ആൾക്ക് മാത്രം കിട്ടണമല്ല, വിളിച്ച ആൾക്കും കിട്ടും ആ പുണ്യം. വിളിച്ചയാൾക്ക് കിട്ടും. അതാണ് വല അല്ലഹും യത്തഖൂൻ. അങ്ങനെ അവര് നന്നായാലോ നമ്മൾ രക്ഷപ്പെട്ടു. ഒരാൾ മുത്തഖിയായാൽ അതിന്റെ ഫലം എനിക്കും കിട്ടും. അങ്ങനെ പറയുമ്പോ അടുത്ത ആയത്തിൽ അള്ളാഹു തന്നെ ഇങ്ങനെ പറയുന്നുണ്ട്, ആ ജനതയിൽ ഒരു പറ്റം ആളുകൾ ഉപദേശികളായി മാറുകയും മറ്റൊരു വിഭാഗം ആളുകൾ അള്ളാഹുവിന്റെ കൽപ്പനയെ അനുസരിക്കുകയും പടച്ച റബ്ബിന്റെ കൽപ്പനക്കനുസൃതമായി ജീവിക്കുകയും ചെയ്ത വിഭാഗവും, ഒരു വിഭാഗം ആളുകൾ അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമായി ജീവിക്കുകയും ചെയ്യുന്ന വിഭാഗമായി. ഇത് ഐലത്ത് വിഭാഗമാണ്. അതായത് അള്ളാഹുവിന്റെ പ്രവാചകനാകുന്ന അള്ളാഹുവിന്റെ പ്രവാചകൻ മത്സ്യബന്ധനം അരുതെന്ന് ആവശ്യപ്പെടുമ്പോഴും മത്സ്യം പിടിക്കാൻ ശനിയാഴ്ച ദിവസം തന്നെ പോകാൻ തീരുമാനിച്ചൊരു വിഭാഗം ആളുകൾ, മത്സ്യം പിടിക്കാൻ അള്ളാഹു നിരോധിച്ചതിന്റെ പേരിൽ പള്ളിയിലേക്ക് പോയ ഒരു വിഭാഗം ആളുകൾ. എന്നാൽ മത്സ്യം പിടിക്കാൻ പോയവരോട് അരുതെന്ന് പറയാൻ വേണ്ടി ഉപദേശിക്കാനും റബ്ബിന്റെ കൽപ്പനകൾ നടപ്പിലാക്കാനും വേണ്ടി തീരുമാനിച്ചൊരു വിഭാഗം ആളുകൾ. ഇങ്ങനെ 3 വിഭാഗം. ഇതിനെയാണ് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ ഇങ്ങനെ വിശദീകരിക്കുന്നത്. ഒന്ന് ഉമ്മത്തുൻ സാക്കിത്തും, നിശബ്ദരായ വിഭാഗം. നമ്മൾ പലപ്പോഴും നിശബ്ദരാണ്. സമൂഹത്തിൽ എന്ത് തിന്മയും നടക്കട്ടെ, നമുക്കെന്ത് കാര്യം, അല്ലേ? നമ്മളൊക്കെ പലപ്പോഴും ആലോചിക്കുന്ന ഒരു സംഭവമാണ്, സമൂഹത്തിൽ എന്തു തിന്മയുണ്ടാകട്ടെ, പക്ഷെ നമുക്കെന്ത് കാര്യം? ഉമ്മത്തുൻ സാക്കിത്തുൻ, ഉമ്മത്തുൻ നാഹിയത്തുൻ, തിന്മക്കെതിരായി അതിനെ ഉച്ചാടനം ചെയ്യാൻ വേണ്ടി നിരന്തരം പ്രവർത്തിക്കുന്നവർ. ഉമ്മത്തുൻ ആസിയത്തുൻ, തിന്മ ചെയ്യുന്ന വിഭാഗം. അള്ളാഹു പറയുന്നു, സകലമാന ഉപദേശങ്ങളും അവർ മറന്നുപോയപ്പോ തിന്മ ചെയ്തിരുന്നവരെ തടയാൻ വേണ്ടി ശ്രമിച്ചവരെ നാം രക്ഷപ്പെടുത്തി. അഞ്ചൈനല്ലദീന യൻഹൗന അനിസ്സൂ, തിന്മ ചെയ്തവരോട് അത് തെറ്റാണെന്ന് പറയാൻ തീരുമാനിച്ച ആളുകളെ നാം രക്ഷപ്പെടുത്തി. വഅഖദ്ന അല്ലദീന ളലമൂ ബിഅദാബിൻ ബഈസിൻ ബിമാ കാനൂ യഫ്സുഖൂൻ. എന്നാൽ തിന്മ ചെയ്ത ആളുകളെ അവർ തിന്മ ചെയ്തു എന്ന കാരണത്താൽ നാം ഭീകരമാം വിധം പിടികൂടുകയും ചെയ്തു. അവിടെ മുഫസ്സിരീങ്ങൾ പറയുന്നു, അവിടെ 2 വിഭാഗം ആളുകളും ശിക്ഷിക്കപ്പെട്ടു. ഏതൊക്കെ? ഉപദേശിക്കാനും തിന്മക്കെതിരെ പോരടിക്കാനും തയ്യാറാകാതെ പോയവരെ അള്ളാഹു ശിക്ഷിച്ചു. റസൂലുള്ളാഹി അതിമനോഹരമായ ഒരു ഉദാഹരണം ഇതിന് പറയുന്നുണ്ട്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മസലുൽ ഖായിമി അലാ ഹുദൂദില്ലാഹി വൽ വാഖിഇ ഫീഹാ കമസലി ഖൗമിൻ ഇസ്തഹമ്മു അലാ സഫീനത്തിൻ ഫഅസാബ ബഅദുഹും അലാഹാ വബഅദുഹും അസ്ഫലഹാ. തിന്മ ചെയ്യുന്നവരുടെ പ്രത്യേകമായ ഉദാഹരണത്തെ പുണ്യനബി പറഞ്ഞു. അവർ കപ്പലിൽ യാത്ര ചെയ്യുന്നവരെ പോലെയാണ്. കപ്പലിൽ യാത്ര ചെയ്യുന്നവർ, അതിൽ ഒരു പറ്റം ആളുകൾ കപ്പലിന്റെ മുകളിൽ യാത്ര ചെയ്യും, മറുഭാഗം താഴെയും. എന്നിട്ടോ ഫകാനല്ലദീന ഫീ അസ്ഫലിഹാ ഇദസ്തഖൗ മിനൽ മാഇ മർറു അലാ മൻ ഫൗഖഹും. വെള്ളം ദാഹിക്കുമ്പോൾ താഴെയുള്ള വിഭാഗം ആളുകൾ മുകളിലുള്ളവരടുക്ക് ചെല്ലും. ഫഖാലു, എന്നിട്ട് ആ വെള്ളം കൊടുക്കാണ്ട് വരുമ്പോ അവർ പറയും, ലൗ അന്നാ ഖറഖനാ ഫീ നസീബിനാ ഖർഖൻ വലം നൂദി മിൻ ഫൗഖിനാ ഫയത്റുകൂഹും. നിങ്ങൾ തരൂലാന്നുണ്ടെങ്കിൽ ഞങ്ങളൊരു പണി ചെയ്യാൻ പോവാണ്, ഈ കപ്പല് തുറക്കാൻ പോവാണ്. ഇങ്ങനെയല്ലേ വെള്ളം കുടിക്കാൻ പറ്റുള്ളൂ. കപ്പല് തുറക്കാൻ പോവാണ്. റസൂൽ പറയുന്നു, വമാ അറാദു ഹലകു ജമീഅ വഇൻ അഖദു അലാ ഐദീഹിം നജൗ വനജൗ ജമീഅ. എന്തൊരു നല്ല ഉദാഹരണം. റസൂൽ പറയുന്നു, അങ്ങനെ അവർ ഉദ്ദേശിച്ചാൽ ഹലകു ജമീഅ, എല്ലാവരും എന്ത് ചെയ്തു? നശിച്ചു. എന്താ കാരണം? ആ കപ്പൽ എന്ന് പറയുന്നത് ഈ സമൂഹത്തിന്റെ കപ്പലാണ്. ഈ സമുദായം തിന്മയുടെ ആളുകളുടെ കൈപിടിക്കാൻ തയ്യാറല്ലെന്ന് വന്നാൽ വഇദാ അഖദു അലാ ഐദീഹിം, അവരവരുടെ കൈ പിടിക്കുമെങ്കിൽ, അതായത് ഇവർ ചെയ്യുന്നതിനെതിരായി തടസ്സമുണ്ടാക്കുമെങ്കിൽ നജൗ ജമീഅ, സകലരും രക്ഷപ്പെടും, എല്ലാവരും രക്ഷപ്പെടും. എപ്പോ? അതിന്റെ അർത്ഥം എന്താ?
അതായത് കപ്പൽ തുരക്കാൻ പോകുന്നവർ തുരക്കാണെങ്കിൽ അതിലൂടെ വെള്ളം അകത്ത് പ്രവേശിക്കുകയും അതുവഴി ആ കപ്പൽ മുങ്ങുകയും ചെയ്യും. ആ കപ്പൽ മറ്റൊരു കപ്പലുമല്ല, സമുദായം എന്ന നൗക ഈ അർത്ഥത്തിൽ അധാർമികതകൾ കൊണ്ട് തകർന്നു പോകുമെന്ന് മുഹമ്മദ് റസൂൽ. അതാണ് തിന്മ ചെയ്യുന്നവരെ തടയാൻ ശ്രമിച്ചവരെ നാം രക്ഷപ്പെടുത്തി. അതേസമയം കടുത്ത ശിക്ഷ കൊണ്ട് നാം മറ്റുള്ളവരെ ശിക്ഷിച്ചു. അള്ളാഹു അവിടെ പറയുന്നത് നിങ്ങളെ മുഴുവനും പിന്നെ കുരങ്ങുകളായി മാറട്ടെ എന്ന കൽപ്പനയായിരുന്നു. കൂനു ഖിറദത്തൻ ഖാസിഈൻ, നിങ്ങൾ ഖാസിഈൻ, അതായത് നിന്ദരായ കുരങ്ങുകളായി പോകട്ടെ എന്ന അള്ളാഹുവിന്റെ കൽപ്പന വന്നു. അവർ മുഴുവനും കുരങ്ങുകളായി പോയി. പടച്ചവനറിയാം, ആ അയലത്ത് കടലോര പ്രദേശങ്ങളിലെ ഫോസിലുകൾ കണ്ടപ്പോഴാകും നമ്മുടെ വാപ്പാമാരൊക്കെ കുരങ്ങുകളായിരുന്നു എന്ന് ആർക്ക് തോന്നിയിട്ടുണ്ടാവുക? ചാൾസ് ഡാർവിൻ അല്ലെ? അല്ലാതെ ഏത് കുരങ്ങനെ നോക്കിയാ മനുഷ്യനെയും കുരങ്ങനെയും കൂടി ബന്ധിപ്പിക്കാൻ കഴിയുക? ജനറ്റിക് എഞ്ചിനീയറിംഗ് എന്ന് വളരുമ്പോ ഈ ഡാർവിന്റെ ഈ പൊട്ട സിദ്ധാന്തം ലോകത്തെ വിഡിത്തമായിരുന്നു എന്ന് പറയേണ്ടി വരുന്നിടത്ത് നിന്ന് ആലോചിക്കണം. സത്യത്തിൽ ഈ കുരങ്ങുകളുടെ വല്ല ഫോസിലും കിട്ടിയാവോ? എവിടെയെങ്കിലും പോയ ഈ കുരങ്ങൻ അല്ലെ, കൂനു ഖിറദത്തൻ ഖാസിഈൻ, നിന്ദ്യരായ കുരങ്ങുകളായി പോകട്ടെ എന്ന അള്ളാഹുവിന്റെ ശാപം ആ ജനതയുടെ മേൽ ഭവിച്ചു. അവർ കുരങ്ങുകളായി പോയി എന്നാൽ പിന്നെ അവർ നശിപ്പിക്കപ്പെടുകയും ചെയ്തു എന്നാൽ വലിയ പ്രകമ്പനം പോലെ ഭൂമിയിലേക്ക് വന്ന അട്ടഹാസത്താൽ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ആ ജനതയെ ഒന്നടങ്കം നശിപ്പിച്ചു കളഞ്ഞു. രക്ഷപ്പെട്ടത് ആര് മാത്രമാണ്? നാഹീനാനിൽ മുൻകർ, തിന്മയിൽ നിന്ന് ആളുകളെ പിടിച്ചു നിർത്തിയവർ. നോക്കൂ കുട്ടികളെ, തിന്മകളിൽ നിന്ന് ആളുകളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചവർക്ക് അള്ളാഹു തരുന്ന വലിയ പ്രയോജനം അതാണ്. നിരന്തരമായി അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് സംബന്ധമായി തന്നെ പറയുന്നുണ്ട്. ഒരുപാട് ആയത്തുകൾ ഇത് സംബന്ധമായി തന്നെയുണ്ട്. അള്ളാഹു പറയുന്നു, ലുഇനല്ലദീന കഫറു മിൻ ബനീ ഇസ്രായീല, ബനൂ ഇസ്രായേല്യരെ മുഴുവനും അവരെ മുഴുവനും ശപിക്കപ്പെട്ടു. അലാ ലിസാനി ദാവൂദ വ ഈസ ബിനി മറിയമ, ദാവൂദ് നബി അലൈഹി ഇസ്ലാമിന്റെയും അതുപോലെ തന്നെ ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെയും നാവ് വഴി. എന്തേ അതിന്റെ ചാർജ് ഷീറ്റ്? അള്ളാഹു പറയുന്നു, അവരുടെ ചാർജ് ഷീറ്റ് മറ്റേ ഒന്നും ആയിരുന്നില്ല. അവർ പരസ്പരം തിന്മകൾക്കെതിരായി യാതൊന്നും ചെയ്യാൻ തയ്യാറായിരുന്നില്ല. അവർ തെറ്റു ചെയ്തു എന്ന കാരണത്താലാണ്, അവർ അതിക്രമിച്ചു കടന്നു എന്ന കാരണത്താലാണ്. അതാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചാർജ് ഷീറ്റ്. കാനൂലായ തനാഹൗന അൻ മുൻകരിൻ, തിന്മക്ക് എതിരായി പരസ്പരം ഉപദേശിക്കാൻ അവർ മെനക്കെട്ടില്ല. അല്ലേ? ഇനി നോക്കൂ മറ്റൊരായത്ത്, അല്ല ഒരു സൂറത്ത് തന്നെ നോക്കൂ നിങ്ങൾ. എന്ത് സത്യവിശ്വാസിയുടെ പ്രത്യേകത? വല്ലസുർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്തി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ് സബ്ർ. എന്താ അവരുടെ പണി? ആരാ മനുഷ്യൻ? ഏതു മനുഷ്യനാണ് പരാജയപ്പെടാത്തത്? ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, മനുഷ്യൻ നഷ്ടത്തിലാണ്. എന്നാൽ ഇല്ലല്ലദീന ആമനു, വിശ്വസിച്ചവർ, വഅമിലുസ് സ്വാലിഹാത്തി, സൽക്കർമ്മം ചെയ്തവർ, അതുപോരാ വതവാസൗ ബിൽ ഹഖ്, ഈ സത്യത്തെക്കുറിച്ച് പരസ്പരം ഉപദേശിക്കുകയും ചെയ്തവർ, വതവാസൗ ബിസ് സബ്ർ, ക്ഷമ കൊണ്ടും ഉപദേശിച്ചവർ. അവ തിന്മക്കെതിരായി ക്ഷമ വേണം. എന്താ ക്ഷമിക്കാൻ കഴിയുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം? തിന്മ ചെയ്യാതിരിക്കാൻ കഴിയുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷമ, അല്ലെ? അതാണ് സഹനം. നിങ്ങളെ തിന്മയിലേക്ക് പിടിച്ചു വലിക്കുമ്പോ ഞാനില്ലെന്ന് പറയാൻ കഴിയുക. സുബ്ഹാനല്ലാഹ്, അതിനേക്കാൾ വലിയൊരു ജിഹാദില്ലെന്ന് മുഹമ്മദ് നബി, അല്ലെ? ഏറ്റവും വലിയ ജിഹാദ് ഏതാണ്? ജിഹാദുൽ അക്ബർ. അല്ലാതെ മനുഷ്യർ കൂടിയേക്കുന്നോർത്ത് ബോംബിടലല്ല ജിഹാദ്. അത് ജിഹാദല്ല, അത് മൃഗീയതയാണ്, അല്ലെ? മനുഷ്യരെ കൊന്നിട്ട് കുഞ്ഞുമക്കളെയും സ്ത്രീകളെയും കൊന്നൊടുക്കുന്നവനെ മുസ്ലിം എന്ന് പറയാനേ ആവില്ല. എന്നിട്ട് അവന് ഐസ് എന്നിട്ടിട്ട് എന്താ കാര്യം? അവന് ഐസ് ഫ്രീസറിൽ കൊണ്ടുവച്ചിട്ട് ഐസ് ശരിയാക്കണം. അല്ലാതെ അവനെന്ത് ഐസ്? ഇസ്ലാമിക് സ്റ്റേറ്റ് ആണ് അത്രേ. ഞാൻ പറയാറുണ്ട് പലപ്പോഴും, ഐസ് ഇസ്ലാമുല്ല സ്റ്റേറ്റും ഇല്ലാത്ത സാധനമാണ് അത്. അല്ലെങ്കിലും ഈ ഉമ്മത്തിലെ ഏറ്റവും വലിയ നശീകരണം തീവ്രവാദമാണ്. ഒരിക്കലും തീവ്രവാദത്തിന്റെ വഴിയിൽ പോകാതിരിക്കട്ടെ. രാജ്യത്തിന്റെയും സമൂഹത്തിന്റെയും വ്യവസ്ഥാപിതമായ സംവിധാനങ്ങളെ തകർക്കുന്നവന്റെ പേരല്ല മുസ്ലിം.
വ്യവസ്ഥാപിതത്വങ്ങൾ ചിലപ്പോൾ അത് നിലനിൽക്കുന്നതിനെ തകർക്കേണ്ടി വരുന്ന സാഹചര്യങ്ങൾ ആ രീതിയിൽ മുസ്ലിം വീക്ഷിക്കേണ്ടതുമുണ്ട്. വ്യവസ്ഥാപിതത്വം തകർത്തിട്ടില്ല എന്ന് പറയാനും പാടില്ല. പക്ഷെ വ്യവസ്ഥാപിത അവസ്ഥകളെ, ഒരു ഗവൺമെന്റ് എന്ന നിലയിൽ നിലനിൽക്കുന്ന അവസ്ഥകളെ തകർക്കാൻ അതിനാവശ്യമായ മറ്റു മാർഗങ്ങളാണ് സ്വീകരിക്കേണ്ടത്. ആവശ്യമെങ്കിൽ എപ്പോഴൊക്കെയാണ് അതിന്റെ ആവശ്യമെന്നും ഒക്കെ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ഇപ്പോ അഷ്റഫുൽ ഖൽഖ് ചെയ്തു സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാലഘട്ടത്തിന്റെ വ്യവസ്ഥാപിത അവസ്ഥകളെ മാറ്റി. ഏതായിരുന്നു ആ കാലം? ലോക ചരിത്രത്തിലെ ഏറ്റവും ജീർണമായ കാലം, മനുഷ്യൻ എന്ന് വിളിക്കപ്പെടാൻ കഴിയാത്തവർ എന്ന് പ്രഗത്ഭരായ ചരിത്രകാരന്മാർ മുഴുവൻ പറഞ്ഞ കാലം, ദ ഹ്യൂമൻ ബ്രൂട്ട് എന്നു തന്നെ പിന്നെ പ്രഗത്ഭരായ ചരിത്രകാരന്മാർ വിശദീകരിച്ച കാലം. പക്ഷെ ആ കാലത്തിൽ അള്ളാഹുവിന്റെ റസൂൽ അവരുടെ മനസ്സുകളെ മാറ്റിയെടുത്തു, അവരുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിച്ചു, അവരെ നന്മയുടെ വക്താക്കളാക്കി. നാം ഇന്ന് കാണുന്നു, ഞാനതിനെ ഒരിക്കലും അതൊരു മുസ്ലിം എന്ന പേരിൽ പോലും പറയാനാവില്ല. ഇതൊക്കെ യഥാർത്ഥത്തിൽ സാമ്രാജ്യത്വത്തിന്റെ പലപ്പോഴുമുള്ള അജണ്ടയുടെ ഭാഗമാണ്. ഒരു പറ്റം ചെറുപ്പക്കാരെ, മുസ്ലിങ്ങളുടെ പേരുള്ള വിഭാഗത്തെ തീവ്രവാദികളാക്കി അവർക്ക് ആയുധം കൊടുത്ത് അവനെ പരിശീലിപ്പിച്ച് അവനെ മുസ്ലിങ്ങൾക്കിടയിൽ തന്നെ പ്രശ്നങ്ങളുണ്ടാക്കി മറ്റിടങ്ങളിലേക്ക് കൊണ്ടുപോയി മുസ്ലിം രാജ്യങ്ങളെ വീണ്ടും വീണ്ടും ആക്രമിക്കാനും മുസ്ലിം ഉമ്മത്തിനെ തന്നെ ഏറ്റവും കൂടുതൽ ശക്തമായി ആക്രമിക്കാനുമുള്ള പഴുതുണ്ടാക്കുകയാണ് ആര്? തീവ്രവാദി. നമ്മുടെ നാട്ടിലും തീവ്രവാദികൾ ഉണ്ടാവും, അല്ലേ? നമ്മുടെ നാട്ടിൽ തീവ്രവാദികളുണ്ട്. ഞാൻ വെറുതെ പറയാനല്ല. ഇപ്പോ രാഷ്ട്രീയ ഭാവം സ്വീകരിച്ചിട്ടുള്ള തീവ്രവാദികൾ യഥാർത്ഥത്തിൽ തുടങ്ങി വച്ചത് ശരിക്കും പിന്നെ മെഴുകുതിരി വട്ടത്തിൽ കവാത്ത് പഠിപ്പിക്കുകയായിരുന്നു. അതായത് NDF പോലെയുള്ള തീവ്രവാദങ്ങൾ കേരളത്തിൽ ഉണ്ടായതിന്റെ തുടക്കത്തിൽ അവർ ശരിക്കും പറഞ്ഞതും ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നതും അതാണ്. അത് അബദ്ധവും അപകടവും സമൂഹത്തിന്റെ സ്വാസ്ഥ്യത്തെ നശിപ്പിക്കുന്നതും കേരളം പോലെ മനോഹരമായ ഒരു സംസ്ഥാനത്തെ ചോരക്കളിയുടെ നാടാക്കി മാറ്റാൻ കാരണമാക്കി തീർക്കുന്നതുമാകും. അള്ളാഹു കാക്കട്ടെ. ഒരിക്കലും ആ വഴിയിലേക്ക് ചിന്തിക്കരുത്. അങ്ങനെ ആയുധം കൊണ്ട് മറുപടി പറഞ്ഞിട്ട് രക്ഷപ്പെടാമായിരുന്നുവെങ്കിൽ കശ്മീരിലെ മുസ്ലിങ്ങൾ എന്നേ രക്ഷപ്പെടുമായിരുന്നു. AK-47 കയ്യിൽ പിടിച്ചു നടന്ന കശ്മീരിലെ മുസ്ലിം ചെറുപ്പക്കാരൻ പക്ഷേ ദിവസവും കണ്ടത് ചോര മണക്കുന്ന ദിനങ്ങളാണ്. AK-47 മാറ്റിവെച്ച് NH-47 നമ്മൾ നടന്നാൽ കാണുന്നത് ഇങ്ങനെ മനോഹരമായ ഇസ്ലാമിക വിദ്യാഭ്യാസ സമുച്ചയങ്ങളും മസ്ജിദുകളും അതിമനോഹരമായ ഇസ്ലാമിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമാണ്. എവിടെ? നമ്മുടെ ഈ നാട്ടിൽ. അള്ളാഹു തന്ന വലിയ സൗഭാഗ്യമാണിത്. സമാധാനത്തോടെ ജീവിച്ച മുസ്ലിങ്ങളുടെ നാട് കേരളം. സമാധാനത്തിന്റെ മഹിതമായ പൈതൃകങ്ങളുടെ നാടാണ് കേരളം. സാമൂതിരി മഹാരാജാവിന് വേണ്ടി പോരടിക്കാൻ തീരുമാനിച്ച മഹാന്മാരായ പണ്ഡിതന്മാരുടെയും സയ്യിദുമാരുടെയും പാരമ്പര്യമുള്ള കേരളം, അല്ലേ? വലിയ വലിയ മനുഷ്യർ. സാമൂതിരി രാജാവിന് വേണ്ടിയായിരുന്നു മഹാനായ ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം ഒന്നാമനും രണ്ടാമനും പോരടിച്ചത്. സൈനുദ്ദീൻ മഖ്ദൂം രണ്ടാമന്റെയും ഒന്നാമന്റെയും കാലത്തെ മഹാന്മാരായ മരക്കാരുമാർ, കുഞ്ഞാലി മരക്കാർ ഒന്നാമനും രണ്ടാമനും മൂന്നാമനും നാലാമനുമെല്ലാം പോരടിച്ചത് സാമൂതിരിക്ക് വേണ്ടിയാണ്. പോർത്തുഗലിനെതിരാണ്. പോർത്തുഗൽ അധിനിവേശത്തിനെതിരായിരുന്നു. ടിപ്പു സുൽത്താൻ കേരളത്തിൽ വന്നിട്ട് ഏറ്റവും പ്രധാനമായി ടിപ്പു ചെയ്തത് കേരളത്തിന്റെ ഉച്ചനീചത്വങ്ങൾക്കെതിരെയായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, മുലക്കരം വേണ്ടി വന്നിരുന്ന കാലത്ത് നിങ്ങൾ നിങ്ങളുടെ മാറുമറക്കൂ എന്നാവശ്യപ്പെട്ടത് മഹാനായ ടിപ്പു സുൽത്താനാണ്, അല്ലേ? സ്വന്തം മാറ് മുറിച്ചു കളഞ്ഞ കാലമുണ്ടായിരുന്നു കേരളത്തിന്. നികുതിക്ക് പകരം ഇത് കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞവരുടെ കാലം. കാരണം മുലക്കരം എന്ന് പറയുന്ന പ്രാകൃതമായ ഭരണ സംവിധാനം കേരളത്തിലുണ്ടായിരുന്നു എന്നർത്ഥം. പക്ഷേ മാറുമറക്കൂ സഹോദരിമാരെ എന്ന് പറയാൻ കേരളത്തിൽ വന്നത് ടിപ്പുവാണ്. 156ഓളം ക്ഷേത്രങ്ങൾക്ക് സംഭാവന ചെയ്തിരുന്ന ടിപ്പു വടക്കുന്നാഥ ക്ഷേത്രത്തിൽ വന്ന് താവളമടിക്കുമ്പോഴും ക്ഷേത്രത്തെ അശുദ്ധീകരിക്കാതെ ശ്രദ്ധിച്ച ടിപ്പു. പക്ഷേ നമ്മുടെ നാട്ടിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഈ രാജ്യത്ത് പലപ്പോഴും ചരിത്രത്തെ വക്രീകരിച്ചപ്പോ ഇവരൊക്കെ വലിയ കൊലയാളികളും കുഴപ്പക്കാരുമായി മാറി. ഞാൻ പറയുന്നു, സൗഹൃദം കാത്തവരായിരുന്നു ഇന്നലകളുടെ നേതാക്കൾ. ചരിത്രത്തിലെ പലതും കണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലേണ്ടവരല്ല ഇന്ത്യയിൽ മുസ്ലിങ്ങളും ഹിന്ദുക്കളും. നമ്മൾ ശരിക്കും പഠിക്കേണ്ടതാണ്. ചരിത്രം എപ്പോഴും നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. ടിപ്പു സുൽത്താനെ കുറിച്ച് പറയുന്നിടത്ത് ചരിത്രം തെറ്റിദ്ധരിപ്പിച്ചു.
പലരെയും കുറിച്ച് നമ്മൾ പഠിക്കുന്നിടത്ത് ചരിത്രം തെറ്റിദ്ധരിപ്പിച്ചു. എന്തിനായിരുന്നു അത്? പലപ്പോഴും ബ്രിട്ടീഷുകാരന് ആവശ്യമായിരുന്നു ഇവർ തമ്മിലടിക്കൽ. അതുകൊണ്ടാണ് 1940 കൺപൂർ ലഹളയുമായി ബന്ധപ്പെട്ട ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഒരു പഠന റിപ്പോർട്ട് ഇങ്ങനെയാണ്: വി കൺസിഡർ therefore an attempt to remove the historical misconception is the first and the most indispensable step in the solution of Hindu-Muslim problem. ഹിന്ദു മുസ്ലിം പ്രശ്നം പരിഹരിക്കണമെങ്കിൽ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് തെറ്റുധാരണകളെ മാറ്റലാണ്. അതുകൊണ്ട് ചെറുപ്പക്കാരെ ഞാൻ പറയുന്നു, ഒരു തീവ്രവാദവും ഇസ്ലാമികമല്ല. ഇസ്ലാമിന് തീവ്രതയില്ലല്ലോ. ഇസ്ലാം എവിടെ നിൽക്കുന്നു? മധ്യത്തിൽ നിൽക്കുന്നു. മതത്തിന്റെ കാര്യത്തിലും ഭൗതികതയുടെ കാര്യത്തിലും മധ്യവർത്തിയായി നിൽക്കുന്നവനാണ് മുസ്ലിം. നിങ്ങൾ പൂർണ്ണ അർത്ഥത്തിൽ ആത്മീയതയുടെ പിന്നാലെ പോയി സകല ഭൗതിക സുഖങ്ങളെയും ഒഴിവാക്കാന്ന് തീരുമാനിച്ചോളൂ. അഷ്റഫുൽ ഖൽഖ് പറയുന്ന എന്റെ ഹൗദിന്റെ അടുക്കലേക്ക് നീ വരണ്ടാന്ന്. ഞാൻ വിവാഹം കഴിക്കില്ല, ഞാൻ ഭാര്യമാരുമായി ബന്ധപ്പെടില്ല, ഞാൻ ജീവിതത്തിലെ ഒരു സുഖത്തെയും അനുഭവിക്കൂല, ഞാൻ നല്ല ഭക്ഷണം കഴിക്കില്ല, ഞാൻ നല്ല വസ്ത്രം ധരിക്കില്ലെന്ന് പറഞ്ഞ സഹാബിയോടാണ് പുണ്യനബി പറഞ്ഞത്, ഉസ്മാൻ, അങ്ങനെ ഒരു തീരുമാനമെടുക്കുമെങ്കിൽ എന്റെ ഹൗദിന്റെ നേരെ നിന്റെ മുഖം തിരിക്കപ്പെടാതിരിക്കട്ടെ എന്ന് പുണ്യനബി. അതായത് മതത്തെ തീവ്രമായി ഉൾക്കൊള്ളാൻ ശ്രമിച്ചപ്പോഴും പുണ്യനബി പറഞ്ഞു അത് പറ്റൂല. മതത്തെ തീവ്രമായി ഉൾക്കൊള്ളുകയല്ല വേണ്ടത്. ഞാൻ വിവാഹിതനാണ്, ഞാൻ നോമ്പ് നോക്കുകയും അതുപോലെ തന്നെ നമസ്കരിക്കുകയും ചെയ്യുന്നവനാണ്, ഞാൻ എന്നാൽ ആസ്വാദ്യകരമായ ഭക്ഷണം കഴിക്കുന്നവനാണ്, ഞാൻ എന്റെ കുടുംബത്തിൽ സന്തോഷത്തോടെ ജീവിക്കുന്നവനാണ്. അതുകൊണ്ട് എന്റെ സുന്നത്തിനെയാണ് നിങ്ങൾ മുറുകെ പിടിക്കുന്നതെങ്കിൽ ഹാദിഹി സുന്നത്തി, ഇതാണ് എന്റെ ചര്യ. വമൻ അഅറദ അൻ സുന്നത്തി ഫലൈസ മിന്നീ, ആരെങ്കിലും എന്റെ സുന്നത്തിനെ വെടിയുമെങ്കിൽ അവൻ എന്നിൽപ്പെട്ടവനല്ലെന്ന് മുഹമ്മദ് നബി. ഞങ്ങൾ സ്വലാത്ത് വല്ലാതെ ചെല്ലാത്തത് സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്. അപ്പൊ അങ്ങനെ തീവ്രമതം എന്ന് പറയുന്ന സംഭവില്ല. എന്നാലോ ആ തീവ്രമതമില്ലാത്തവൻ തീവ്ര ഭൗതികവാദിയാകാൻ പറ്റില്ല. രണ്ടിന്റെയും മധ്യത്തിലാണ്. അതുകൊണ്ടാണ് നിങ്ങൾ وَكَذَلِكَ جَعَلْنَاكُمْ أُمَّةً وَسَطًا, നിങ്ങളെ ആരാക്കി അല്ലാഹു ഉമ്മത്തൻ വസത്തൻ, ഒരു മധ്യവർഗമാക്കി അല്ലാഹു മാറ്റി. നിങ്ങളൊരു മധ്യവിഭാഗമാണ്. മദ്യം ഉണ്ടോ? മദ്യം അല്ലാട്ടോ. ഈ ദായും ധായും തമ്മിലുള്ള മാറ്റം തിരിച്ചറിയാതെ പോകരുത്. മദ്യം എന്നുവെച്ചാൽ മദ്യം ആണ്. ഒരു മധ്യവിഭാഗമായിരുന്നു അവര്. പക്ഷെ അവരെ പഠിച്ചവൻ എന്ത് ചെയ്തു? മധ്യവിഭാഗാക്കി. അതായത് മദ്യത്തിൽ ആമഗ്നരായിരുന്നു അവർ. പക്ഷെ അവരെയാണ് അള്ളാഹുവിന്റെ റസൂൽ എന്ത് ചെയ്തത്? അവരൊരു മധ്യമ സമൂഹമാക്കി മാറ്റി, സമൂഹത്തിലെ മാതൃകാസമ്പന്നരാക്കി മാറ്റി. അല്ലെ? അപ്പോ ഞാൻ ഈ പറഞ്ഞു വരുന്നത്, ഈ ഒരു തിന്മയെ സമ്മതിക്കാത്ത മനസ്സു നിലനിൽക്കുക എന്നത് വിശ്വാസിയുടെ ഭാഗമാക്കണം. നിങ്ങൾ ആരെയും കണ്ടാൽ അല്ല നിസ്കരിച്ചോ പറയണം, ചോദിക്കണം, അവരെ നന്മയിലേക്ക് കൊണ്ടുവരണം. നിങ്ങള് പിന്നെ പിടിച്ചു കൊണ്ടുവരുമ്പോ അവൻ നമസ്കരിച്ചതിനെയും കാര്യങ്ങളെയും കുറിച്ചൊക്കെ അന്വേഷിക്കാൻ, അവരെ പഠിപ്പിച്ചു കൊടുക്കാൻ കഴിയുന്ന വിവരങ്ങളെ പഠിപ്പിച്ചു കൊടുക്കാനൊക്കെയുള്ള വിവരം നിങ്ങളും ആർജിക്കണം. ശരിക്കും പറഞ്ഞാൽ ആരാകണമെന്ന് പറയോ? ശരിയായ പിന്നെ നാഹി, നല്ല ആലിമാകണം എന്നാണ്. എന്താ കാരണം? എൽമില്ലാത്തവന് ഉപദേശിക്കാൻ പോലും കഴിയാണ്. അതിനേക്കാൾ വലിയ ശൈത്താൻ അവൻ എന്താക്കും? അപ്പൊ കുറച്ചൊക്കെ പഠിക്കാൻ വേണം. അപ്പോ ഇത് പഠിക്കാതിരിക്കുക എന്നതും പ്രധാനമാണ്. ദീൻ പഠിക്കണം. ദീൻ പഠിച്ചില്ലെങ്കിൽ അതുകൊണ്ടും അപകടം ഉണ്ടാക്കും. ഇല്ലെങ്കിൽ ഒരു കാര്യമെങ്കിലും ചെയ്യണം. പഠിച്ചവൻ അടുത്തുണ്ടെങ്കിൽ അവന്റെ അടുക്കലേക്ക് വിടണം. എന്നിട്ട് അവനെ പഠിപ്പിക്കുകയും വേണം. അറിവുകൾ അങ്ങനെ സമാഹരിക്കാൻ അവനെ പഠിപ്പിക്കണം. ഇല്ലെങ്കിൽ അത് അബദ്ധവും. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെ ഒരു ചെറിയ 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 ഒരു വെളിച്ചം ഒരാൾക്ക് കൊടുക്കാൻ കഴിഞ്ഞാൽ ചിലപ്പോ അവനങ്ങ് നന്നാവും. നമുക്കൊരിക്കൽ അഷ്റഫുൽ ഖൽഖിന്റെ മുമ്പിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനുഷ്യൻ പ്രസംഗം കേൾക്കാൻ വേണ്ടി വന്നു. പുണ്യനബി നല്ല പ്രഭാഷകനായിരുന്നല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നല്ല പ്രഭാഷകനായിരുന്നു. നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ വന്ന് നബി തിരുമേനിയുടെ അടുത്തിരിക്കാതെ വളരെ മാറിയിരുന്നു അയാൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയാളെ മാടി വിളിച്ചു.
എന്നിട്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ ചോദിച്ചു, അല്ല നിന്റെ പേരെന്താ? അന്ത സയ്യിദുൽ ഖൈൽ, നീയാണോ സയ്യിദുൽ ഖൈൽ? ആ നാട്ടിലെ ഏറ്റവും ഭീകരനായ കൊലയാളിയായിരുന്നു ആര്? സയ്യിദ്. അയാളുടെ ചൊല്ലപ്പേരാണ് യഥാർത്ഥത്തിൽ അൽ ഖൈൽ. കുതിര എന്ന അർത്ഥത്തിലാണ് ഖൈൽ ഉപയോഗിക്കുക. പക്ഷെ അയാൾ വലിയ കുതിരാഭ്യാസ നിപുണനായിരുന്നു. അദ്ദേഹത്തെയാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ ഇങ്ങനെ വിളിച്ചത്. നാട്ടിലൂടെ പോകുന്ന വർത്തക സംഘങ്ങളെ പതിയിൽ ആക്രമിച്ച് അവന്റെ സമ്പത്തും ജീവനും കൊള്ളയടിക്കുന്ന കിരാതനായ ക്രൂരനായ കാട്ടുവള്ളൻ. നമ്മുടെ നാട്ടിൽ പണ്ട് ജീവിച്ചിരുന്ന വീരപ്പനെ പോലെ ഒരു വലിയ വീരപ്പൻ. പുണ്യനബി അടുത്തേക്ക് വിളിച്ചു, എന്നിട്ട് ചോദിച്ചു, അന്ത സയ്യിദുൽ ഖൈൽ? അയാൾ പറഞ്ഞു, ഞാനാണ് സയ്യിദ്. പുണ്യനബി ചോദിച്ചു, നബി ഇങ്ങനെ പറഞ്ഞു, ലാ അന്ത സയ്യിദുൽ ഖൈൽ, നീ ആ ക്രൂരനായ സയ്യിദല്ല. അയാൾ അത്ഭുതത്തോടെ നബിയുടെ മുഖത്തേക്ക് നോക്കി. അപ്പോ പുണ്യനബി പറഞ്ഞു, അന്ത സയ്യിദുൽ ഖൈൽ, നീ ഉത്തമനായ സയ്യിദാണ്, നീ നല്ലവനാണ്. ഇത് കേട്ടപ്പോ അയാളുടെ മനസ്സാകെ വിഭ്രമിച്ചു പോയി. പുണ്യനബി എന്തേ പറയുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം? അന്ത സയ്യിദുൽ ഖൈൽ, നീ ഉത്തമനായ സയ്യിദാണെന്നാണ് പുണ്യനബി. അയാൾ അള്ളാഹുവിന്റെ പ്രവാചകരോട് ചോദിച്ചു, വർത്തക സംഘങ്ങളെ പതിയിരുന്ന് ആക്രമിക്കുകയും ക്രൂരത ചെയ്യുകയും ചെയ്യുന്ന എന്നെ നേരെ നോക്കി എങ്ങനെ അങ്ങ് ഇങ്ങനെ പറയാൻ സാധിച്ചു എന്ന് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, സയ്യിദേ, നിന്റെ മനസ്സിലും നന്മയുടെ ഒരു ചരാത് കത്തുന്നുണ്ട്. നിന്റെ സാഹസികതയും ധൈര്യവും ഒരു പക്ഷേ നാളെ നിനക്ക് വേണമെങ്കിൽ നന്മയുടെ ഭാഗത്ത് ഉപയോഗിക്കാമെങ്കിൽ അത്ഭുതങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. ചില ആളുകൾ വലിയ ധീരന്മാരാകും, പക്ഷെ അവന്റെ ധൈര്യം എന്തിനുപയോഗിച്ചു പോവും? തിന്മക്ക് ഉപയോഗിച്ചു. അല്ലെ? നമ്മുടെ നാട്ടിൽ തന്നെ എത്രയോ വലിയ വലിയ ഗുണ്ടകളുണ്ട്. ശരിക്കും പറയാം, എന്ത് ധൈര്യമാണ് പലപ്പോഴും അവർ കാണിക്കുന്നത്. എന്നാൽ അവരെ ഒന്ന് നന്നാക്കി എടുത്ത് നോക്കിയേ, അവർ ഈ ഉമ്മത്തിനും സമുദായത്തിനും എന്ത് നന്മ ഉണ്ടാക്കി തരും. അല്ലെങ്കിലും അങ്ങനത്തെ ഒരു വലിയ ഗുണ്ടയല്ലേ മഹാനായ സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ് ആയിരുന്നില്ലേ? അള്ളാഹുവിന്റെ റസൂലല്ലേ ദുആ ചെയ്തത്, അല്ലാഹുവേ രണ്ടാലൊരു ചെറുപ്പക്കാരനെ നീ എനിക്ക് തരേണമേ. അല്ലാഹുവേ രണ്ടാലൊരു ചെറുപ്പക്കാരനെ, നീ സ്നേഹിക്കുന്ന രണ്ടിലൊരാൾ നീ നിന്റെ ദീനിന്റെ മാർഗത്തിലേക്ക് കൂട്ടിത്തരണം. ഒന്നുകിൽ ഉമർ ബിൻ ഖത്താബിനെ, അല്ലെങ്കിൽ പിന്നെ അബൂജഹൽ ബിൻ ഹിഷാമിനെ. രണ്ടും അന്നത്തെ വലിയ കേമന്മാരാണെന്നർത്ഥം. പുണ്യനബിക്ക് കിട്ടിയത് ഉമർ ബിൻ ഖത്താബിനെ റളിയല്ലാഹു അൻഹു. അല്ലേ? പുണ്യനബിക്ക് കിട്ടിയത് ഉമർ ബിൻ ഖത്താബിനെ. ആ മനുഷ്യനെ കൊണ്ട് സമുദായം, അള്ളാഹുവിന്റെ റസൂലിന്റെ സമുദായം പിന്നെ രക്ഷപ്പെട്ടതിന്റെ കഥയാണ് നാം ഇസ്ലാമിന്റെ ചരിത്രത്തിൽ വായിക്കുന്നത്. അല്ലെ? ഏറ്റവും ധീരതയുടെ പ്രതീകമായി സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ്. എന്നാൽ ഒരു കാലത്ത് തന്റെ വാളിന്റെ മൂർച്ച നോക്കാൻ ആളുകളെ അടുത്ത് വിളിച്ചിട്ട് വെട്ടിപ്പരിക്കേൽപ്പിച്ചിരുന്ന ഉമർ. എന്തിനാ വെട്ടിവെക്കാൻ? എന്തിന്? തന്റെ വാളിന് മൂർച്ച ഉണ്ടെന്നറിയാൻ. സുബ്ഹാനല്ലാഹ്. അങ്ങനെ വെട്ടിപ്പരിക്കേൽപ്പിച്ചിരുന്ന അത്ര ക്രൂരനായ മനുഷ്യൻ, ആർദ്രത തൊട്ടുതീണ്ടാതിരുന്ന മനുഷ്യൻ, ആ ആർദ്രത തൊട്ടുതീണ്ടാതിരുന്ന മനുഷ്യൻ പിന്നെ ഒരു പൂച്ചക്കുട്ടിയെ പോലെ എത്ര വട്ടം കരയുന്നെന്ന് നാം കണ്ടു. ഉമർ തന്റെ ഭരണകാലം മുഴുവനും ഇങ്ങനെ ചരിത്രകാരന്മാർ പറയുന്നു, നിരന്തരം കരയുമായിരുന്നു. അല്ലാഹുവേ, എന്റെ ഭരണകാലത്ത് ഏതെങ്കിലും തരത്തിൽ എനിക്ക് വീഴ്ച സംഭവിച്ചാൽ നിന്റെ മുമ്പിൽ ഞാൻ എന്തു പറഞ്ഞു വരും എന്ന് ചോദിച്ചു കരഞ്ഞിരുന്നു. നിരന്തരം കരഞ്ഞിരുന്നു സയ്യിദുനാ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. നിരന്തരം കരഞ്ഞു. തന്റെ നാട്ടിൽ തിന്മ നടക്കുന്നതിനെ നിരന്തരം പിന്നെ സൂക്ഷിച്ചു നോക്കി നടന്നു. രാത്രികളിൽ ഇങ്ങനെ ഇറങ്ങി നടന്നു. ഒരിക്കൽ രാത്രി ഇങ്ങനെ നടക്കുമ്പോ അലാ താല ഹാദൽ ലൈലു വസുവർറ ജാനിബു, അലാ താല ഹാദൽ ലൈലു വസുവർറ ജാനിബു. ഈ രാത്രി ഇങ്ങനെ പതുക്കെ പതുക്കെ ഇരുട്ടി ഇതിന്റെ ചുറ്റുവട്ടവും ഇങ്ങനെ ഇരുട്ട് മുറ്റി തുടങ്ങിയിരിക്കുന്നു. ഒരു പെണ്ണ് പാടാണ്, രാത്രി കനത്തു വരാണല്ലോ, രാത്രി കരത്തു വരുന്നു, പക്ഷേ എനിക്കൊരു ഒരു കൂട്ടുകാരനില്ലല്ലോ എനിക്ക്. അപ്പോൾ ഉമറുന്നാലും വാളൊക്കെ അങ്ങനെ ശരിയാക്കി പിടിച്ചു വെക്കാണ്. എന്താ ഇവള് പറയണത്? കൂട്ടുകാരനില്ലല്ലോ. പക്ഷേ ആ പെണ്ണ് പിന്നെ പാടി, അള്ളാഹുവിനോടുള്ള ഭയമില്ലായിരുന്നുവെങ്കിൽ ലഹറക
ഈ കട്ടിലിങ്ങനെ അതിന്റെ 4 കാലും ഇങ്ങനെ അനങ്ങുമാം വിധം എനിക്ക് കൂട്ടുകാരെ കിട്ടുമായിരുന്നു. സുബ്ഹാനല്ലാഹ്. അത് പാടിയപ്പോ ഉമർ ബിൻ ഖത്താബ് തങ്ങൾക്ക് മനസ്സിലായി, എന്റെ നാട്ടിലെ പെണ്ണ് ശുദ്ധയായ പെണ്ണാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശിഷ്യൻ ഖലീഫ ഉമർ നേരെ വീട്ടിൽ ചെന്നിട്ട് ഈ സ്ത്രീയുടെ ചുറ്റുവട്ടം അന്വേഷിച്ചു. ആരാണെന്നൊക്കെ അന്വേഷിച്ചപ്പോ മനസ്സിലായി, ഇവര് അള്ളാഹുവിന്റെ ദീനിന്റെ പ്രചരണാർത്ഥം നാടുവിട്ടിട്ടുള്ള മുജാഹിദുകളായ ഈ ഖലീഫ തന്നെ വിട്ട മുജാഹിദുകളായ പട്ടാളക്കാരുടെ കൂട്ടത്തിലെ ഒരു പട്ടാളക്കാരന്റെ ഭാര്യയാണ്. ഖലീഫ മോളോടാണ് ചോദിച്ചത്, മോളെ, ഭർത്താവിനെ കൂടാതെ ഒരു ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ജീവിക്കുമ്പോ എത്ര കാലമാണ് അവർക്ക് അത്തരം ചിന്തകളില്ലാതെ ജീവിക്കാൻ സാധിക്കുക എന്ന് ചോദിച്ചപ്പോ മോൾ, അതായത് റസൂലുള്ളാഹിയുടെ ഭാര്യയാകുന്ന ഹഫ്സ ബീവി റളിയല്ലാഹു അൻഹ, പാപ്പനോട് പറയേണ്ടതാണല്ലോ ആ ഉത്തരം, അത് വല്ലാത്തൊരു ഇടങ്ങേറാണല്ലോ. അപ്പൊ മോൾ ഇങ്ങനെ കാണിച്ചു എന്നാണ്, 4 അതോ 5, 6 എന്നുള്ള രൂപത്തിൽ പിന്നെയും കൈമടക്കിയെന്നൊക്കെ പിന്നെ റിപ്പോർട്ടുകൾ കാണാൻ സാധിക്കും. പക്ഷെ ഫാറൂഖ് റളിയല്ലാഹു അൻഹു തീരുമാനമെടുത്തു, ഒരു സ്ത്രീ തെറ്റിലേക്ക് പോകുമോ എന്ന് ഭയക്കുമ്പോ ഭരണാധികാരി തന്റെ പുതിയ ലെജിസ്ലേഷൻ കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ ചരിത്രത്തിൽ ഇതിന് ഉദാഹരണം വേറെ എവിടെയുള്ളത്? അല്ലേ? നമ്മുടെ നാട്ടിൽ എന്താ നടക്കുന്നത്? അല്ലേ? നമ്മുടെ നാട്ടിൽ എന്താ നടക്കുന്നത്? അപ്പൊ ചങ്ങായി, എനിക്ക് പിന്നെ എത്ര ബാർ വേണം, എനിക്ക് ഇത്രയും കാശ് തന്നാൽ മതി എന്ന് പറഞ്ഞ മന്ത്രിമാര് ജീവിക്കണ കാലല്ലേ നമ്മുടെ നാട്ടില്? അല്ലെ? ഒരു നുണ പരിശോധനയും വേണ്ട. ഞാൻ പറയുന്ന ഓരോ മന്ത്രിമാരെ കണ്ടാ മനസ്സിലാവും കള്ളനാണ്. എന്തിനു നുണ പരിശോധന? ബോഡി ലാംഗ്വേജ് മതി, കണ്ടാ മനസ്സിലാവും കള്ളനാണ്. അമ്മാതിരി കള്ളന്മാര് കട്ട് നടക്കുന്ന കാലത്ത് ഒരു മനുഷ്യൻ, അഷ്റഫുൽ ഖൽക്കിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യൻ, തന്റെ നാട്ടിലൊരു പെൺകൊടിക്ക് തിന്മയിലേക്ക് വഴുതി പോകാനുള്ള മനസ്സുണ്ടാകാതിരിക്കാൻ പുതിയ ലെജിസ്ലേഷൻ കൊണ്ടുവന്നു. പിറ്റേന്ന് ഫാറൂഖ് അവിടെ നിന്ന് പ്രഖ്യാപിച്ചു, ഇനി പോയ മുജാഹിദുകൾ 6 മാസം കൂടുമ്പോ ലീവിന് വീട്ടിലെത്തണം എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു. ലെജിസ്ലേഷനാണ്. ഓരോന്നും പിന്നെ പുതിയ ഭരണഘടനാ തീരുമാനങ്ങളാണ്. ഫാറൂഖിന് എന്തിനു വേണ്ടി? തന്റെ രാജ്യത്ത് തിന്മ വർദ്ധിക്കാതിരിക്കാൻ. ഇതാ നോക്കൂ, അതുപോലെ ഒരു മനുഷ്യൻ, പ്രാകൃതനായ മനുഷ്യന്റെ മുമ്പിൽ അഷ്റഫുൽ ഖൽഖ് പറയുന്നു, അന്ത സൈദുൽ ഖൈർ, നീ നന്മയുള്ളവനാണ്, നിന്റെ നന്മ നിനക്ക് വികസിപ്പിക്കാനാവും. അയാൾ ജീവിതത്തിൽ ഒരിക്കലും കേൾക്കാത്തതായിരുന്നു ആ വർത്താനം. റസൂലുള്ളാഹിയുടെ നെഞ്ചത്തേക്ക് അയാൾ വീണുടഞ്ഞ ഒരു സ്ഫടിക പാത്രം പോലെ പുണ്യനബിയുടെ മുമ്പിൽ ആ മനുഷ്യൻ, സകലമാന സാഹസികതയുടെയും ധൈര്യത്തിന്റെയും വലിപ്പം പറഞ്ഞ മനുഷ്യൻ അഷ്റഫുൽ ഖൽഖിന്റെ വക്ഷസ്സുകളിലേക്ക് വീണുടഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞു, അങ്ങല്ലാതെ ഇന്നേ വരെ എന്നെ നല്ലത് എന്ന് പറയാൻ ഈ ഭൂമിയിൽ ആരെയും ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്നക റസൂലുള്ളാഹ്. സുബ്ഹാനല്ലാഹ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്നക റസൂലുള്ളാഹ്. ചോദിക്കട്ടെ, ഇതിലെ പോണ ഏതോ ഒരു മനുഷ്യനെ തള്ളിക്കളയാൻ നമ്മളോട് ആരാ പറഞ്ഞത്? അവൻ ശരിയല്ലെന്ന് പറയാൻ നമ്മളോട് ആരാ പറഞ്ഞത്? ആരാ അതിന് നമുക്ക് അധികാരം തന്നത്? ഞാൻ മാത്രമേ രക്ഷപ്പെട്ടു എന്ന് പറയാൻ ആർക്കാ സാധ്യാവുക? ഒരു മനുഷ്യന്റെ വെളിച്ചത്തിലേക്ക്, അവന്റെ ഹൃദയത്തിലേക്ക് ഒരു വെളിച്ചത്തിന്റെ ഒരു ചെരാട് പായിക്കാൻ കൊടുക്കാൻ സാധിച്ചാൽ അവൻ നന്നായിട്ട് കിട്ടുന്നതിന്റെ ഭാഗ്യം നമുക്കല്ലേ? നോക്കൂ, അങ്ങനെ ജീവിക്കാനാവണം. ഏതും നിരന്തരമായി ഉപദേശങ്ങൾ കൊടുക്കേണ്ടവരെ ഉപദേശിക്കണം. അള്ളാഹു അതിന് തൗഫീഖ് തരട്ടെ. അള്ളാഹു തൗഫീഖ് തരട്ടെ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഉപദേശിക്കണം. ഉപദേശിക്കൽ നമ്മുടെ പണിയാണ്. തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകർ. തിന്മ വിരോധിക്കുകയും നന്മ ഉപദേശിക്കുകയും ചെയ്തുകൊണ്ടേയിരിക്കണം. അമ്ര എന്നാണ്, കൽപ്പിക്കുക എന്നാണ്. പക്ഷെ പുതിയ ഇന്ത്യൻ സാഹചര്യത്തിലൊക്കെ കൽപ്പിക്കാൻ വേണ്ടി പോകണ്ട. നീ ഉസ്താദ് എന്ന് പറഞ്ഞ് കൽപ്പിക്കണം, കൽപ്പിക്കാന്ന് പറഞ്ഞ എന്ന് പറയണല്ലേ, അതല്ലേ കൽപ്പിക്കല്? അല്ലെ, കമാൻഡ്. അങ്ങനെ പോയി ആരോടും കൽപ്പിക്കാനല്ല. അത് ഈ സാമൂഹികമായി ഇന്നത്തെ യാഥാർത്ഥ്യം മനസ്സിലാക്കി എന്ത് ചെയ്യുക? ഉപദേശിക്കുക. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഒരുപാട് നാം മനസ്സിലാക്കേണ്ടത്, തിന്മകൾ അധികരിക്കുമ്പോൾ അള്ളാഹുവിന്റെ അദാബുകൾ വരും. നമ്മൾ വിചാരിച്ചു പോവും, നമ്മളിങ്ങനെ ഒരുപാട് സമ്പത്തും സൗകര്യങ്ങളൊക്കെ അള്ളാഹു തരുമ്പോൾ നമ്മൾ വിചാരിക്കുക ഇതൊക്കെ അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്. പക്ഷേ
ഞാൻ മനസ്സിലാക്കുന്നത് അനുഗ്രഹങ്ങൾ എന്ന് പറയാം, അതൊക്കെ അനുഗ്രഹമായിരിക്കാം. പക്ഷേ ആ അനുഗ്രഹങ്ങൾക്കപ്പുറത്തും അള്ളാഹു ചില പരീക്ഷണങ്ങൾ തന്നേക്കാം. പരീക്ഷണങ്ങൾ നോക്കൂ, ചൂണ്ടയിടുമ്പോ ചൂണ്ടയിൽ കുരുക്കാൻ വരുന്ന മീൻ എന്താ വിചാരിക്കാം? ആരോ നമുക്ക് വളരെ സ്വസ്ഥമായി എങ്ങും പോകാതെ നല്ല ഭക്ഷണം ഇതാ ചുണ്ടിന്റെ മുകളിൽ കൊണ്ടു തന്നിരിക്കുന്നു. ഒറ്റ കൊത്തു അല്ലേ? കൊത്തിക്കഴിഞ്ഞാലോ ഒറ്റ വലിയൊരിക്കും. പിന്നെ എങ്ങോട്ടാ പോവാ? പിന്നെ കൊണ്ടുപോയി നന്നായി വെട്ടി നുറുക്കി നല്ലോണം മസാലയൊക്കെ ഇട്ട് ശരിക്ക് ഉഷാറാക്കി അങ്ങനെ പൊരിച്ചെടുക്കും. അതിനു മുമ്പ് മീനെന്താ വിചാരിച്ചത്? തനിക്ക് ഭക്ഷണം തന്ന ഉദാരനും ഔദാര്യവാനും കാരുണ്യവാനുമായ ഏതോ ഒരു ചൂണ്ടക്കാരനെ കുറിച്ചാണ് അവൾ ചിന്തിച്ചത്. പക്ഷെ ഇത് ചൂണ്ടയിലിട്ടതിന് ശേഷം എന്തായി? കൊണ്ടുപോയി. ഇതിന് അറബിയിൽ പറയുക ഇസ്തിദ്റാജ് എന്നാണ്. ഇസ്തിദ്റാജ്. ഖുർആൻ ഇത് പലയിടത്തും ഉപയോഗിച്ചു. ഇസ്തിദ്റാജ് ശരിക്കും ചൂണ്ടയിടലാണ് പടച്ചോൻ ചിലപ്പോൾ ചെയ്യാം. എന്താ ചൂണ്ടയിടാന്ന് പറഞ്ഞാൽ അനുഗ്രഹങ്ങൾ എന്ന പോലെ അള്ളാഹു ചിലത് തരും. പക്ഷെ അതെന്താവൂല? അനുഗ്രഹമില്ല. അള്ളാഹു കാക്കട്ടെ. അപ്പൊ കിട്ടിയ അനുഗ്രഹങ്ങൾ എന്തു ചെയ്യുക? പടച്ചോനെ പേടിച്ചു പോയിക്കുക. അപ്പോഴോ സമ്പത്ത് അനുഗ്രഹമാണ്, സൗകര്യങ്ങൾ അനുഗ്രഹമാണ്, കുടുംബജീവിത അനുഗ്രഹമാണ്. അനുഗ്രഹങ്ങളൊക്കെ അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കുന്നതാക്കണം. അല്ലെങ്കിൽ തെറ്റു ചെയ്താലും അള്ളാഹു ചിലപ്പോ അനുഗ്രഹങ്ങൾ തരുന്നത് പോലെയുള്ളത് ചെയ്തു തരും. ഖുർആൻ അങ്ങനെ പറയുന്നുണ്ട്, ഞാൻ വെറുതെ പറയല്ല. وَلَمَّا نَسُوا مَا ذُكِّرُوا بِهِ فَتَحْنَا عَلَيْهِمْ أَبْوَابَ كُلِّ شَيْءٍ حَتَّى إِذَا فَرِحُوا بِمَا أُوتُوا أَخَذْنَاهُمْ بَغْتَةً فَإِذَا هُمْ مُبْلِسُونَ. സുബ്ഹാനല്ലാഹ്. ഈ ആയത്ത് ഇങ്ങനെ പലപ്പോഴും എന്നെ ചിന്തിപ്പിച്ചത്. നോക്കൂ നിങ്ങൾ, ഇവിടെ ആരാ ഹാഫിളൊന്നുമില്ലേ? ഇവിടെ വന്നിരിക്കും. നോക്കൂ ഈ ആയത്ത്, ഫലമ്മാ നസൂ മാ ദുക്കിറൂ ബിഹി, അവർക്കു നൽകപ്പെട്ട ഉപദേശങ്ങളെ മുഴുവനും അവർ മറന്നുപോയപ്പോ ഫതഹ്നാ അലൈഹിം അബ്വാബ കുല്ലി ഷൈഇൻ, സകലമാന വാതിലുകളും നാം അവർക്ക് തുറന്നു കൊടുത്തു. എല്ലാ സൗകര്യവും അവർക്ക് അങ്ങ് കൊടുത്തു. എന്നിട്ട് എന്തുണ്ടായി? ഹത്താ ഇദാ ഫരിഹൂ ബിമാ ഊതു, അവർക്ക് കിട്ടപ്പെട്ട ഈ അനുഗ്രഹങ്ങളിൽ അവരിങ്ങനെ സന്തോഷിച്ചിരിക്കവേ അഖദ്നാഹും ബഗ്ത, ഒറ്റ പിടുത്തം നാം അവരെ അങ്ങ് പിടിച്ചു. ഫഇദാ ഹും മുബ്ലിസൂൻ, അന്നേരം അവർ നിരാശരായി പോയി, എന്തു ചെയ്യണമെന്നറിയാതെയായി. ഒറ്റ പിടുത്തം പിടിച്ചപ്പോ ഒന്നും ചെയ്യാനില്ല. നമുക്കിപ്പോ കിട്ടിയത് പോരാന്ന് ചിന്തിക്കണവരാണല്ലേ? അല്ലേ? കിട്ടിയത് പോരാ. ഇപ്പോ 1 ലക്ഷം ഉണ്ടെങ്കിൽ അത് 2 ലക്ഷം ആവണം. ഒരു മാരുതി കാറുണ്ടെങ്കിൽ അത് പരമാവധി കയറി ഇന്നോവ ആവണം. പിന്നെ പോയാൽ അതിനേക്കാൾ മുകളിൽ ബെൻസ് ആവണം. പിന്നെ അത് പോയി പിന്നെ ഓടിയാകണം. പിന്നെ അങ്ങനെ കോടിയായി അങ്ങനെ മാറണം. നമ്മൾ ഇങ്ങനെ ചിന്തിക്കാറ്. ആലോചിച്ച് നോക്കൂ, എനിക്ക് തന്ന അനുഗ്രഹങ്ങൾ എനിക്ക് കിട്ടാതെ പോയ എത്ര മനുഷ്യർ ഈ ഭൂമിയിലുണ്ടാകും. നോക്കൂലേ മക്കളെ, നിങ്ങളെന്നാലോചിച്ച് നോക്കിയേ. നിങ്ങൾ ഇപ്പോ ഇവിടെ എൻട്രൻസ് എക്സാമിനും CA-ക്കും ഒക്കെ വന്നിരിക്കാൻ നിങ്ങളുടെ മാതാപിതാക്കൾ ഏതാണ്ട് ഒരു 80% ഓഫ് യുവർ പാരന്റ്സ് എന്താണ് മിക്കവാറും എന്തെങ്കിലുമൊക്കെ കൊടുക്കാൻ, അതായത് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ സാധ്യതയുള്ളവരാണ് അല്ലേ? ആയിരിക്കും. ചില കുറഞ്ഞ കുട്ടികൾ ഒഴിച്ചാൽ ബാക്കിയുള്ളവരൊക്കെ അങ്ങനെ ചെയ്യാൻ സാധിക്കുന്നവരാണ്. നോക്കൂ, ഈ സൗകര്യങ്ങൾ എவ்வாറും ഇല്ലാതെ പോയ എത്ര കുഞ്ഞുമക്കൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നുണ്ട്. ഞാൻ ഇന്നലെ എന്റെ മോന് പനി വന്നപ്പോ ഞാൻ എങ്ങനെ അവനെ തലോടുമ്പോ എന്റെ മനസ്സിലിങ്ങനെ ആലോചിച്ച്, പടച്ചോനെ, ഇങ്ങനെ തലോടാൻ ഒരു വാപ്പില്ലാത്ത ഒരു മാതാവില്ലാത്ത എത്ര മക്കളുണ്ടാവും ഈ ഭൂമിയിൽ. ആലോചിച്ച് നോക്കി. പടച്ചോനെ, എനിക്ക് തന്ന സൗകര്യം ഇതുപോലെ കിട്ടപ്പെടാതെ പോയ എത്ര മനുഷ്യരുണ്ടാവും ഈ ഭൂമിയിൽ. നമ്മൾ എന്നിട്ട് ആലോചിക്കാണ്, എന്റെ ഈ സ്റ്റാറ്റസ് ഒന്നും പോരാ, എനിക്ക് അതിനേക്കാൾ വലിയ സ്റ്റാറ്റസ് വേണം അല്ലേ? സുബ്ഹാനല്ലാഹ്. നമ്മൾ റബ്ബിനോട് നന്ദി ചെയ്യല്ലേ വേണ്ടത്? കുറച്ച് നമ്മൾ അവന്റെ ഔദാര്യത്തിന്റെ മേൽ നാം വീണ്ടും വാശി വർത്തമാനം പറയാണ് അല്ലേ? അള്ളാഹുവിനെ നമ്മൾ, അവന്റെ ഔദാര്യത്തെ നമ്മൾ ധിക്കരിക്കാൻ, അങ്ങനല്ലേ? പടച്ചോൻ എന്റെ സൗകര്യം നമ്മൾ ചോദിച്ചോ പടച്ചോനോട്? അവൻ നിരന്തരം തരാൻ തയ്യാറാണ്. അള്ളാഹുവേ, നീ എനിക്കിത് തരണേ, അള്ളാഹ് തരണം. എന്തിനാ?
മനുഷ്യന്റെ മുമ്പിൽ കൈനീട്ടാതെ ജീവിക്കാൻ ആവശ്യമായ സൗകര്യങ്ങൾ നീ എനിക്ക് വർദ്ധിപ്പിച്ചു തരണം. പക്ഷേ എന്റെ സ്റ്റാറ്റസ് പോരാന്ന് തീരുമാനിച്ചാൽ നീ നിന്റെ റബ്ബിന്റെ അനുഗ്രഹത്തോട് നന്ദികേട് കാണിക്കുകയാണ്. അങ്ങനെയല്ലേ? ആലോചിച്ച് അങ്ങനെയല്ലേ സംഭവം? നാം നമ്മുടെ നാഥനോട് അനുഗ്രഹത്തിന് നന്ദികേട് കാണിക്കുകയാണ്. യഥാർത്ഥത്തിൽ അള്ളാഹു തരുന്ന ഈ അനുഗ്രഹങ്ങൾ അല്ല, ഇതൊന്നും വേണ്ടല്ലോ. ഒരു നിമിഷത്തിന്റെ ശ്വാസത്തിന് പോലും നിങ്ങൾ റബ്ബിന്റെ മുമ്പിൽ എത്ര കടപ്പെടണം. ഈ ശ്വാസം, അതെ, പിന്നെ സ്പേസിലേക്ക് പോകുന്ന ആളുകൾക്ക് ലോകമുണ്ടാക്കി കൊടുക്കുന്ന, ആധുനിക ലോകം ഉണ്ടാക്കി കൊടുക്കുന്ന ആ സൗകര്യങ്ങൾ എത്ര കോടിയിലേതാണ്. നമ്മുടെ സെക്കൻഡിന് എത്ര കോടി വരെ മതിക്കുന്നുണ്ട്. ഇത് പമ്പ് ചെയ്യാൻ കഴിയാത്ത വിധം ഹൃദയ മിടിപ്പുകൾക്ക് വേഗം കുറയുകയും ശ്വാസനാളങ്ങളിലേക്ക് അത് ചെല്ലാതെ പോവുകയും ചെയ്താൽ എത്ര കോടി നാം കൂട്ടിക്കൊടുക്കും ഡോക്ടറുടെ മുമ്പിൽ, അല്ലേ? നോക്കൂ, സെക്കൻഡുകൾ പോലും അള്ളാഹു തരുന്ന വിലയാണ്. നമ്മൾ അവന് എന്ത് തിരിച്ചു കൊടുക്കുന്നുണ്ട്? എന്തു നന്ദി ചെയ്യുന്നുണ്ട് നാം? എന്തു നന്ദി ചെയ്യുന്നു? ആലോചിച്ചു നോക്കണം. അവിടെയാണ് പടച്ച റബ്ബിന്റെ വർത്തമാനം. സകലമാന ഉപദേശങ്ങളും മറന്നുപോയപ്പോഴൊക്കെ നാം ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരുന്നു. അപ്പോഴെങ്കിലും അവൻ ചിന്തിക്കണമായിരുന്നു, അള്ളാഹുവെ നീ തരുന്നതൊക്കെയും നിനക്ക് നന്ദി ചെയ്യാനാണ്, ഈ സൗകര്യങ്ങൾ നന്ദി ചെയ്യാനുള്ളതാണ്. എനിക്കില്ലാത്ത എത്ര സൗകര്യങ്ങളുടെ ഒരു വലിപ്പം ഒരു പക്ഷേ എന്റെ മുകളിലുണ്ടാകുമെങ്കിലും ഞാൻ അനുഭവിക്കുന്ന ഈ സൗകര്യങ്ങൾ ഒന്നുപോലുമില്ലാത്ത എത്ര കോടിക്കണക്കിന് മനുഷ്യർ തെരുവുകളിൽ ജീവിക്കുന്നുണ്ടെന്ന ബോധ്യമുണ്ടാകണം. ഒരു കൂരയുടെ താഴെ ഇരിക്കാൻ പോലും കഴിയാത്ത എത്ര ജീവിതങ്ങൾ ഉണ്ടാകുമെന്ന് ആലോചിക്കണം, അല്ലേ? ഈ പൈപ്പിന്റെ ചോട്ടിൽ നിന്ന് വെള്ളം കുടിക്കുന്ന മനുഷ്യരെ നിങ്ങൾ കാണാറില്ലേ? വിശന്നിട്ട് തെരുവു നായ്ക്കൾക്കൊപ്പം കടിപിടി കൂടുന്ന മനുഷ്യരെ കണ്ടിട്ടില്ലേ? ഞാൻ പറയുന്നു, ഏത് വിഭാഗത്തിലും പെടട്ടെ, ഉടമസ്ഥന്റെ കാരുണ്യത്തിന്റെ നിരന്തരമായ വഴിയിൽ അവരുണ്ടാകും. അവൻ വയറ് വിശന്നിട്ട് അവൻ റോട്ടിലൂടെ നടക്കുമ്പോൾ നമ്മൾ വിശപ്പൊക്കെ തീർത്തിട്ട് ഭക്ഷണം വലിച്ചെറിയല്ലേ? അപ്പൊ ആലോചിക്കണം, തെരുവു നായ്ക്കൾക്കൊപ്പം കടിപിടി കൂടുന്ന മനുഷ്യരെ, എച്ചിലുകൾക്ക് പിന്നിൽ പോയി നിന്ന് അതിലെ പിന്നെ കിട്ടിയത് മുഴുവനും വലിച്ചുവാരി തിന്നുന്ന പാവ മനുഷ്യന്. അങ്ങനെയൊക്കെ ആലോചിക്കുമ്പോഴാണ് എന്റെ സ്റ്റാറ്റസ് പോരാന്നൊക്കെ ചിന്തിക്കുമ്പോഴുണ്ടാകുന്ന വലിയ അപകടത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടത്. കുഞ്ഞുമക്കളെ, നിങ്ങളുടെ ഈ അനുഗ്രഹങ്ങളിൽ അള്ളാഹുവിന് നന്ദി ചെയ്യുക. നിങ്ങളുടെ വസ്ത്രത്തിലും നിങ്ങളുടെ ജീവിതത്തിലും പടച്ചവനെ ഓർക്കുക. ഇല്ലെങ്കിൽ അള്ളാഹ് പറയുന്നു, തരും, നിങ്ങൾക്ക് തരും, അള്ളാഹു തരും. അള്ളാഹുവിന്റെ റസൂല് പറയുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ തിന്മ ചെയ്യുമ്പോഴും അള്ളാഹു തന്നുകൊണ്ടിരിക്കും. അത് അള്ളാഹുവിന്റെ അനുഗ്രഹമെന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിച്ചേക്കരുതേ. അത് ചൂണ്ടയിടലാണെന്ന് മുഹമ്മദ് റസൂൽ. നിങ്ങളെ ചൂണ്ടയിടാണ് പഠിച്ചത്. അതുകൊണ്ട് നിങ്ങൾ പേടിക്കണം, നമ്മൾ പേടിക്കണം. നമുക്ക് തരുന്ന അനുഗ്രഹങ്ങൾ എപ്പോഴോ നിലച്ചു പോവുകയും വലിയ കിരാതമാംവിധം മുല്യാദാബുകൾ വരികയും ചെയ്താലോ എന്ന് പേടിക്കണം. അഖദ്നാഹും ബഗ്ത, ഒറ്റപ്പിടുത്തങ്ങ് പിടിക്കും. ഫഇദാഹും മുബ്ലിസുൻ, എന്ത് ചെയ്യും? ഒന്നുമില്ലല്ലോ. ഒന്നിങ്ങനെ ഒന്ന് കുലുങ്ങിയ പോരെ ഈ ഭൂമി? ആർക്ക് പിടിച്ചു നിർത്താൻ പറ്റും? ലോകത്തെ ഏറ്റവും വലിയ സൈനിക സാമ്പത്തിക രാജ്യമായ അമേരിക്കയിൽ കുലുങ്ങിയാ നടക്കുമോ? അവിടെ ഏറ്റവും വലിയ കാറ്റുകൾ അതിവേഗം ആഞ്ഞടിച്ചപ്പോ സത്യത്തിൽ ഒന്നും ചെയ്യാനാവാതെ നിന്നില്ലേ അമേരിക്ക? എന്ത് നേടി? ജപ്പാനി ഭാഷയിൽ തന്നെ പറയുന്ന സുനാമി, അല്ലെ? ടീ ചേർത്തല്ലേ, ടീ അല്ല തുടങ്ങുക, പക്ഷെ ടീ സൈലന്റ് ആണ്. സുനാമി, അത് ആ വലിയ തിരമാലകൾ, രാക്ഷസ തിരമാലകൾ ജപ്പാൻ തീരങ്ങളിൽ അടിച്ചു കയറുകയും ഭൂമി കുലുങ്ങുകയും ചെയ്തപ്പോ എല്ലാ രാജ്യങ്ങളും അവർക്ക് സഹായം ചെയ്തിട്ട് പോലും ജപ്പാൻ എന്ന വൻകിട സാമ്പത്തിക രാജ്യം എന്തു ചെയ്യണമെന്നറിയാതെ നിന്നില്ലേ? ഫഇദാഹും മുബ്ലിസൂൻ. നേപ്പാളിൽ മനുഷ്യരുടെ മേൽ ദുരന്തങ്ങൾ പേമാരി പോലെ പെയ്തിറങ്ങിയപ്പോ ലോകരാജ്യങ്ങൾ മുഴുവനും സഹായിച്ചിട്ടും നേപ്പാളിലെ മനുഷ്യന്റെ ദുരന്തങ്ങളെ മാറ്റാൻ സാധിച്ചോ? ഇന്ത്യയുടെ ജാർഖണ്ഡിലൂടെ പിന്നെ ഉത്തരാഖണ്ഡിലൂടെ ഒഴുകിപ്പരന്നു പോയ പ്രളയത്തിന്റെ മുമ്പിൽ ഈ മനുഷ്യൻ ഇവിടെ ആരാധിക്കുന്ന വലിയ ദൈവങ്ങൾ പോലും ഒഴുകിപ്പോയപ്പോഴും ഒന്നും ചെയ്യാൻ ഇന്ത്യ മഹാരാജ്യത്തിന് സാധിച്ചോ?
അല്ലേ? വലിയ വലിയ മേഘസ്ഫോടനങ്ങൾ ഉണ്ടാകുമ്പോ എന്തു ചെയ്യും മനുഷ്യൻ? ഫഇദാഹും മുബ്ലിസൂൻ, അന്നേരം ഒന്നും ചെയ്യാതെ നിരാശരായി നിൽക്കേണ്ടി വരും. അതുകൊണ്ടാണ് വത്തഖൂ ഫിത്നതൻ, ഞാൻ ഒറ്റ ആയത്തിൽ തന്നെ നിർത്താൻ, വത്തഖൂ ഫിത്നതൻ, നിങ്ങൾ ഫിത്നയെ ഭയക്കുക. ലാ തുസീബന്നല്ലദീന മലമൂ മിൻകും, നിങ്ങളിലെ അക്രമകാരികളായ ആളുകൾക്ക് മാത്രമായി അത് വരില്ല. ലാ തുസീബന്നല്ലദീന മലമൂ മിൻകും ഖാസ്സ, അതൊരിക്കലും നിങ്ങളുടെ അക്രമകാരികളായ വിഭാഗത്തിന് വേണ്ടി മാത്രമായി വരില്ല. ഇന്നല്ലാഹ വഅലമു അന്നല്ലാഹ ശദീദുൽ ഇഖാബ്, അല്ലാഹു കടുത്ത ശിക്ഷകൾ, വളരെ കടുത്ത ശിക്ഷകൾ നടപ്പിലാക്കുന്നവനാണ് എന്ന് നിങ്ങൾ അറിയുക. ഇത് ഈ ആയത്ത് വരുമ്പോഴാണ് സയ്യിദത്തുന സൈനബ ബിൻത് ജഹ്ഷ് റളിയല്ലാഹു തആല അൻഹ ചോദിച്ചത്, അല്ലാഹുവിന്റെ റസൂലേ, സാലിഹീങ്ങൾ ജീവിച്ചിരിക്കുമ്പോഴും അദാബുകൾ വരുമോ? റസൂലുള്ളാഹി പറഞ്ഞു, നഅം നഅം ഇദാ കതുറൽ ഖബത്, ഒരുപാട് തെറ്റുകൾ കൂടി വരുമ്പോ ഇതൊക്കെ സംഭവിക്കും. ഇന്ന് ഭൂമി തെറ്റുകളുടെ ഒരു കൂമ്പാരാണ് കൂട്ടരെ, അല്ലേ? തെറ്റുകളുടെ കൂമ്പാരാണ്. എനിക്ക് തോന്നാണ് കുറെയെങ്കിലും രക്ഷപ്പെട്ടത് കേരളമാണ്. പക്ഷെ നമ്മുടെ ഈ കയ്യിലിരിക്കുന്ന ഡിവൈസസ് സത്യത്തിൽ തെറ്റുകളുടെ ഒരു പിശാചുകളുടെ താവളാണ്, അല്ലേ? മലക്ക് ഇരിക്കാൻ പറ്റിയ സ്ഥലമാണ് ഇത്. എന്നോടൊപ്പം തന്നെ ശൈത്താൻ പോലും പേടിക്കാൻ പോലും കഴിയുന്ന വിധം, ശൈത്താനെ പോലും പേടിപ്പിക്കുന്ന പിശാച് ഇരിക്കുന്ന സ്ഥലമാണ് ഏത്? ഇന്റർനെറ്റുകൾ. ഇന്റർനെറ്റുകൾക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഈ പുതിയ സംവിധാനങ്ങളെല്ലാം നിങ്ങളുടെ ജീവിതത്തെ തന്നെ തട്ടിപ്പറിക്കും ഇന്റർനെറ്റ്. ആ തട്ടിപ്പറിക്കൽ നിന്ന് രക്ഷപ്പെടാൻ ഒറ്റ മാർഗ്ഗമുള്ളൂ, അതൊരിക്കലും നല്ലതിനല്ലാതെ ഉപയോഗിക്കൂലാൻ തീരുമാനിക്കുകയും രഹസ്യമായ സമയങ്ങൾ അത് ഉപയോഗിക്കാതിരിക്കുകയും ചെയ്യുക. അള്ളാഹു കാക്കട്ടെ. മക്കളെ പ്രത്യേകിച്ച് രക്ഷകർത്താക്കൾ ശ്രദ്ധിക്കേണ്ടത് ഇക്കാര്യത്തിലാണ്. ഫേസ്ബുക്കും ഈ പുതിയ ഈ വാട്സപ്പും ഒക്കെ ഉണ്ടായ ഇതൊക്കെ ഒരു ആപ്പാണ്. ഏത് ആപ്പ്? മനുഷ്യ ജീവിതത്തിന്റെ നേരെ തുളച്ചു കയറുന്ന ആപ്പുകളാണ്. ആ ആപ്പുകൾ ജീവിതത്തെ തകർക്കുന്നുണ്ടെന്ന് ഓർക്കണം. അതിന്റെ പിന്നാലെ പോയി അവസാനം തകർന്നു പോയ ഒരുപാട് ജീവിതങ്ങളുടെ കഥയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ കേൾക്കുന്നത്. കൗമാരങ്ങൾ തകരുന്നു, യൗവനങ്ങൾ തകരുന്നു. കാരണം എന്താ? ഈ ഫേസ്ബുക്കാണ്, ഇതിന്റെ ഉള്ളിലെ ചാറ്റിംഗ് ആണ്. അതുണ്ടാക്കിയെടുക്കുന്ന അപകടങ്ങൾ ചെറുതല്ല. ശരിക്കും ഇത് ഉപയോഗിക്കാം. ഇപ്പോ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതും ശരിക്കും ഈ നെറ്റുകളിൽ എത്ര കിതാബുകളാണ്, എത്ര കിതാബുകൾ ഒന്നടിച്ചു കൊടുത്താൽ ഒരുപാട് കിതാബുകളുടെ ഉത്തരം. ശരിക്കും പറഞ്ഞാൽ ഉസ്താദ് ഗൂഗിളിൽ നിന്ന് വിളിക്കേണ്ട അവസ്ഥയിലാണുള്ളത്. ഷെയ്ഖുന ഗൂഗിളിൽ നിന്ന്, മൗലാന ഗൂഗിളിൽ നിന്ന് വിളിക്കണം. കാരണം അമ്മാതിരിയാണ്, എന്ത് ചോദിച്ചാലും ഗൂഗിളിൽ നിന്ന് ഉത്തരം തരും. പക്ഷെ അതൊന്ന് സെർച്ച് ചെയ്ത് കിട്ടുന്നത് ശരിക്കും പരിശോധിച്ചിട്ടില്ലെങ്കിൽ വലിയ അപകടം ഉണ്ടാവും കേട്ടോ. അതും മനസ്സിലാക്കണം. ഗൂഗിൾ പറയണത് മുഴുവനും ശരി ഉത്തരാവൂല, മൂപ്പർക്ക് തെറ്റുപറ്റും. അതുകൊണ്ട് വല്ലാതെ അതിനെ ആശ്രയിക്കാനും പാടില്ല. ഇന്ന് കിതാബുകളെ ആശ്രയിക്കുന്നതോടൊപ്പം തന്നെ പെട്ടെന്നൊക്കെ നോക്കാൻ ഏറ്റവും നല്ലതാണ്. ഇപ്പൊ ഒരായത്ത് കിട്ടണില്ല, പെട്ടെന്ന് നോക്കുക. പക്ഷെ അതിന്റെ ശരിയേതെന്ന് വളരെ വ്യക്തമായി നമ്മൾ കിതാബുകളെ നോക്കി ആശ്രയിച്ച് തന്നെ മനസ്സിലാക്കണം. അതിന്റെ ഉപോത്ഫലങ്ങൾ അതാക്കണം. പക്ഷെ എന്നാലും ഇത് അങ്ങനെ ഉപകാരപ്പെടും. എത്രയോ നല്ല കാര്യങ്ങൾക്ക് ഉപകാരപ്പെടും. എന്നാൽ ഏറ്റവും വൃത്തികെട്ടത് മുഴുവനും അതിൽ കിട്ടും. അപ്പൊ ഒരിക്കലും അങ്ങനെ പോകാതിരിക്കുക. അള്ളാഹു കാക്കുമാറാകട്ടെ. കാരണം തിന്മ കൂടുന്തോറും, ആ തിന്മകൾ കൂടിക്കൂടി വരുന്തോറും അള്ളാഹുവിന്റെ ആദാബുകൾ അടുത്തടുത്ത് വരുന്നുണ്ടെന്ന് ഓർക്കണം. അള്ളാഹു വേറൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, അള്ളാഹു കൂടുതൽ അനുഗ്രഹിച്ച നാടുകളിലാണ് വലിയ ആദാബുകൾ കൊണ്ടുവരാറുള്ളത്. പേടിക്കണം. അള്ളാഹു അനുകരിക്കാനാണ്. അങ്ങനെയല്ലേ? അങ്ങനെ തന്നെയാണ്. കേരളം പോലെ ഇത്ര മനോഹരമായൊരു നാട്, അരുവികൾ, കളകളാരവം മുഴക്കുന്ന അരുവികളുള്ള നാട്, മനോഹരമായ പുഴകളും അതിമനോഹരമാം വിധമുള്ള സസ്യങ്ങളെയും കാണാൻ കഴിയുന്ന നാട്. ഈ നാടിനേക്കാൾ മനോഹരമായ ഒരു നാടും ഭൂമിയിൽ അള്ളാഹു സൃഷ്ടിച്ചിട്ടില്ല എന്ന് ഞാൻ പറയില്ല. പക്ഷെ അങ്ങനെ എനിക്ക് തോന്നുന്നു എന്ന് പറഞ്ഞാൽ എന്റെ ഒരു അവകാശവാദം പോലെ തോന്നുന്നു. കാരണം അത്ര മനോഹരാണ്. പോരാ, അതിന്റെ സാമൂഹിക ജീവിതം അതിനേക്കാൾ മനോഹരാണ്. നിങ്ങൾ നോക്കൂ, അമേരിക്കയിൽ പോയിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമമുണ്ടായത് ഭക്ഷണം കഴിക്കാനാണ്. എന്താ കാരണം എന്നറിയോ? നല്ല ഹലാലായ ഭക്ഷണം കിട്ടുമെന്നുള്ള പേടിയാണ്. കാരണം എന്താ? അവിടുത്തെ സാമൂഹിക ജീവിതത്തിൽ ഹലാലുകൾ കുറവാണ്. ഹലാല് കുറവാൻ നമ്മൾ തേടി അലഞ്ഞ് ഏതെങ്കിലും ഒരു ഇറാഖി റെസ്റ്റോറന്റിലോ അല്ലെങ്കിൽ ഒരു പലസ്തീനി റെസ്റ്റോറന്റിലോ പോയി ഹലാലാണെന്ന് ഉറപ്പുവരുത്തി തിന്നുമ്പോഴേക്കും അത് കഴിക്കാൻ വേണ്ടി എത്രയോ നേരം ഹോട്ടലിൽ നിന്ന് 5 സ്റ്റാർ സൗകര്യമുള്ള ഹോട്ടലിൽ നിന്ന് പോകണം. കാരണം എന്താ വെച്ചാൽ ഇവിടെ ചിലപ്പോ
നമ്മളെങ്ങാനും നീ പോയി പച്ചക്കറി എടുക്കാൻ വേണ്ടി പോകുമ്പോണ്ടാവും അവിടെ ഫ്രഷ് പോർക്ക് എന്നൊക്കെ കാണാം. സുബ്ഹാനല്ലാഹ്, അത് കാണുന്നതോടുകൂടി തന്നെ ഇനി 2-3 ദിവസത്തേക്ക് ഭക്ഷണം കഴിക്കാൻ തോന്നൂല. അപ്പൊ അങ്ങനെ കണ്ടിട്ട് പിന്നെ അത് തൊടാതെ പോയി ഏതെങ്കിലും മുസ്ലിം റെസ്റ്റോറന്റുകൾ എവിടെയെങ്കിലും കാണും, അവിടെ പോയി നമ്മൾ ഇതൊക്കെ വാങ്ങിക്കൊണ്ടുവരുമ്പോൾ അതും ഈ എണ്ണമയമുള്ള ഭക്ഷണം കഴിച്ചിട്ട് സത്യത്തിൽ ഞാൻ അമേരിക്കയിൽ ഉണ്ടായിരുന്ന 10-15 ദിവസം ശരിക്കും ഞാൻ അങ്ങ് ക്ഷീണിച്ചു പോയി. ഒറ്റ കാരണമുള്ളൂ, ഭക്ഷണം കഴിക്കാൻ പറ്റൂല. മാത്രമല്ല ആ സമൂഹ ജീവിതത്തെ കാണുമ്പോൾ പേടി തോന്നും. ഞാൻ ആലോചിച്ചു പോവാണ്, അവിടെ ജീവിച്ചിട്ട് നന്നാവണ മനുഷ്യൻ ബദറിൽ പങ്കെടുത്തവനെ പോലെ നല്ല മനുഷ്യനാവും. കാരണം അത്രയേറെ സാമൂഹിക ജീവിതം വളരെ മോശം. ആ സാമൂഹിക ജീവിതം പറിച്ചു നടാനാണ് കേരളത്തെ പോലും പലരും ശ്രമിക്കുന്നതെന്നത് നമ്മൾ ഓർക്കണം, നമ്മൾ പേടിക്കണം. അതുകൊണ്ടാണ് ഞാൻ എന്റെ പെങ്ങന്മാരോട് പ്രത്യേകം പറഞ്ഞത്, ലെഗിൻ നിങ്ങൾക്ക് നാളെ വസ്ത്രം ഉരിയാനുള്ള നാണം കെടുത്താൻ നിങ്ങൾക്കായി പരീക്ഷിക്കുകയാണ്. നിങ്ങൾ നോക്കൂ, പഴയ നാണമെന്ന് നമുക്കുണ്ടോ? പഴയ നാണുണ്ടോ? ഭാര്യ ഭർത്താക്കന്മാർക്ക് പോലും നാണുണ്ടായിരുന്നൊരു കാലല്ലേ? ഒന്നും മിണ്ടണമെങ്കിൽ എല്ലാവരും പോയി കതവൊക്കെ അടച്ചതിന് ശേഷം മാത്രം മിണ്ടിയിരുന്ന കാലത്ത് ഇന്ന് വാപ്പാടെ ഉമ്മാടെ മുമ്പിൽ ഇന്ന് കെട്ടിപ്പിടിച്ചിട്ട് ഫോട്ടോ എടുപ്പിക്കണ കാലല്ലേ ഇന്ന്? അങ്ങനെ ആയില്ലേ? ശരിക്കും നാണം കെട്ട പോലെ മനുഷ്യൻ പിന്നെ ഈ ഇതിലൊക്കെ ഉണ്ടല്ലോ, ഇപ്പൊ ബൈക്കിലൊക്കെ ഇരുന്നിട്ട് വളരെ എന്താ പറയാ, വളരെ സെക്സി എന്ന് തോന്നിപ്പിക്കാവുന്ന വിധത്തിലുള്ള കെട്ടിയൊക്കെ പിടിച്ചു പോണ ആ രീതിയൊക്കെ ഇന്ന് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഔചിത്യം എന്നൊരു സാധനം നഷ്ടപ്പെട്ടു എന്നാണ് എന്റെ അർത്ഥം. ഔചിത്യം, നമുക്കങ്ങനെ ഒരു മാന്യതയില്ല. അങ്ങനെ ഒരു മാന്യത വേണം. എന്തേ മാന്യത ഇല്ലാത്തത്? മാന്യത പതുക്കെ കളഞ്ഞാൽ പിന്നെ എന്തും ചെയ്യുന്നൊരവസ്ഥയിലേക്ക് മനുഷ്യൻ പോകും. അതാണത്. മാന്യതയെ തൊട്ടാൽ നോക്കൂ, സാധാരണ ഉണ്ടല്ലോ നമ്മള് എന്തായാലും നനഞ്ഞു ഇനി കുളിക്കാന്ന് പറയില്ലേ, എന്ന് പറഞ്ഞ മാതിരിയാണ് മനുഷ്യന്റെ അവസ്ഥ. നാണം കെട്ടോ, പിന്നെ ആകെ നാണം കെടും. നാണം കെട്ടാലോ, അസ്റഫുൽ ഖൽഖ് പറഞ്ഞു, എന്നാ പിന്നെ എന്തും ചെയ്യും. ഇല്ലം തസ്തഹി, നിനക്ക് നാണമില്ലെങ്കിൽ ഇഫാൽ മാഷി, നിനക്ക് ചെയ്യാനുള്ളതൊക്കെ ചെയ്തോളൂ. റസൂലുള്ളാഹിയുടെ വാക്കാൻ എന്ന് പറഞ്ഞാൽ നാണല്ലേ എന്തും ചെയ്യും. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇത് ശരീരത്തെ, അതിന്റെ ശരീരഭാഗങ്ങളെ ഏറ്റവും ശക്തമായി പ്രതിഫലിപ്പിക്കുന്നതാണ് ഈ വസ്ത്രം. അത് ഇട്ട് നടക്കാൻ തീരുമാനിക്കുമ്പോൾ, ഞാൻ ആദ്യമായിട്ട് പാന്റ് ഇട്ടപ്പോ പോലെ എനിക്ക് നാണായിരുന്നു. അതായത് എവിടെ ഒന്നും ഉടുക്കാത്ത പോലെ, കാലയില് എന്തോ ആരോ നോക്കണ്ടോ, അത് അങ്ങനെ തോന്നിപ്പോയ ഒരു സമയം. അപ്പോ അതൊരു നല്ല വസ്ത്രമായിട്ട് തന്നെ ഇടാം. കാരണം സറാബിൽ റസൂലുള്ളാഹി ഇഷ്ടപ്പെട്ട നബിക്ക് ദാനമായി കിട്ടിയപ്പോൾ അത് സ്വീകരിച്ചതാണ്. പക്ഷെ എന്നിട്ട് പോലും നമുക്കൊരു ഇടങ്ങേറ്. അപ്പോ ഈ ഇങ്ങനത്തെ ഒരു വസ്ത്രം ധരിച്ചു പോകുമ്പോ അതിങ്ങനെ നിരന്തരം, ആദ്യം ധരിക്കുമ്പോൾ ഉണ്ടാകുന്ന നാണം പോയി, പിന്നെ ആ നാണം പോയി ഇനി നിങ്ങളോട് പറയണം ആ വസ്ത്രം ഒന്ന് കീറി കൊടുക്ക്, അപ്പൊ കീറി കൊടുക്കും. പിന്നെ ആ വസ്ത്രം തന്നെ ആവശ്യമില്ല, അപ്പൊ വേണ്ട. അങ്ങനെ പോയി വളരെ മോശമായ അവസ്ഥയിലേക്ക് പോകും അല്ലേ? എങ്ങനെ അമേരിക്കനിസം കേരളത്തിലേക്ക് വരുന്നത് ഈ രീതിയിലേക്കാണ്, അല്ലെങ്കിൽ യൂറോപ്യനിസം കേരളത്തിലേക്ക് വരുന്നത് ഈ രീതിയിലാണ്. അതായത് നാണം നശിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് പ്രശ്നം. നോക്കൂ, ഇപ്പോൾ കമ്പൈൻ ക്ലാസ് കമ്പൈൻ സ്റ്റഡിയായി മാറി. കമ്പൈൻ സ്റ്റഡിക്ക് വേണ്ടി ടീച്ചർ നിശ്ചയിക്കുമ്പോൾ ഒരാൾ ഇയാളും ഒരാൾ അവളുമാകുന്നു അല്ലെ, മിക്കവാറും. അപ്പോ ഇങ്ങനെ പോയാൽ നാണം നഷ്ടപ്പെടുന്നൊരവസ്ഥയിലേക്ക് ആരോ കൃത്യമായി പ്ലാൻ ചെയ്ത് നശിപ്പിക്കും. നിങ്ങളുടെ ജീവിതത്തിന്റെ നിർബന്ധിതമായ ചില സാഹചര്യങ്ങളിൽ പഠിക്കേണ്ടി വരുന്നിടത്തൊക്കെ ഈ കാര്യങ്ങളെ അങ്ങനെ സാമൂഹികമായ യാഥാർത്ഥ്യം എന്ന നില അംഗീകരിച്ചും അതിനെ അങ്ങനെ മനസ്സിലാക്കി പോകുമ്പോൾ പിന്നീട് എന്ന ബോധ്യം നമുക്കുണ്ടാവണം. തിന്മയുണ്ട് തീർച്ചയായും. ഈ പുതിയ ആധുനികമായി നാം കാണുന്ന വിദ്യാഭ്യാസ സാഹചര്യങ്ങൾ മുഴുവനും തിന്മയാൽ ഊട്ടപ്പെട്ടത് തന്നെയാണ്, ഒരു സംശയവും വേണ്ട. പക്ഷേ പഠിക്കാൻ അള്ളാഹുവും അവന്റെ റസൂലും നമ്മോട് കൽപ്പിച്ച പ്രകാരം പഠനത്തിന്റെ ഭാഗമായി നിങ്ങൾ ചൈനയിലേക്ക് പോകൂ എന്ന് പറഞ്ഞല്ലോ റസൂൽ. ചൈന സാമൂഹികമായി നന്നായിട്ട് പോകണം എന്നല്ല പറഞ്ഞത്. സാമൂഹികമായി നന്നായില്ലെങ്കിലും അവിടെ പോകേണ്ടി വരും. പക്ഷേ അവിടെയും നിന്നും കിട്ടുന്നത് നിന്റെ ഊർജം, നിന്റെ വലിപ്പം കൂട്ടാൻ ഉപയോഗിക്കണം. അപ്പോ നീ തീരുമാനിക്കേണ്ടത് ജീർണതകൾക്ക് നടുവിലും നീയായി നിൽക്കുക എന്നതായിരിക്കണം. മനസ്സിലായോ? യു ഷുഡ് ഹാവ് എ ബേണിംഗ് മൈൻഡ്. യു ഷുഡ് ഹാവ് എ ബേണിംഗ് മൈൻഡ്.
നന്നായി കത്തുന്നൊരു മനസ്സ് നിങ്ങൾക്ക് അള്ളാഹു തരട്ടെ, അതുണ്ടാവട്ടെ. അത് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് ചെയ്യട്ടെ. മക്കളെ, ക്യാമ്പസ് അധാർമികതയുടേതാണ്, ഒരു സംശയം വേണ്ട. പക്ഷേ നാണം നമുക്ക് തന്ന അള്ളാഹുവിന്റെ ഔദാര്യമാണ്, ഔചിത്യം. അത് നിലനിർത്താൻ പ്രത്യേകിച്ചും സഹോദരിമാർ നിരന്തരം ആ ഔചിത്യത്തെക്കുറിച്ച് പേടിക്കണം. നാണമില്ലെങ്കിൽ എന്തും ചെയ്യും. എന്റെ ഉമ്മത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത നാണമെന്ന് മുഹമ്മദ് നബി. അല്ലാഹ്, എന്റെ ഉമ്മത്തിന്റെ സംസ്കാരം അത് നാണമാകുന്നു. അസ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന ലികുല്ലി ദീനിൻ ഖുലുഖൻ വഖുലുഖുൽ ഇസ്ലാമി അൽ ഹയാഉ. എല്ലാ മതത്തിനും എല്ലാ സമൂഹത്തിന്റെയും സംസ്കാരത്തിന് അവരുടേതായ ചില സംസ്കാര രീതികളുണ്ട്. പക്ഷെ ഈ ഇസ്ലാമിന്റെ സംസ്കാരം അൽ ഹയാഉ എന്താണ്? ഔചിത്യമാണ്. ഔചിത്യം, നാണം. ഔചിത്യം. എന്ത് വൃത്തികെട്ടവനാണ് ഔചിത്യം ഇല്ലാത്തവൻ? എന്തും ചെയ്യുന്നവനാണല്ലോ. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, എന്താണ് ഇവന്റെ വൃത്തി? എനിക്ക് മനസ്സിലായില്ല. സുബ്ഹാനല്ലാഹ്. നോക്കൂ, നിങ്ങൾ അമേരിക്കയിലെ ടോയ്ലറ്റുകളിൽ പോയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാനാവൂല? കേരളീയനാണെങ്കിൽ മര്യാദക്ക് ഇവിടെ നിന്ന് പഠിച്ചവനാണെങ്കിൽ ഒരിക്കലും അവിടെ നിന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം നടത്താനാവില്ല. എന്താ വെച്ചാൽ അവിടെ വെള്ളം കിട്ടൂല. അപ്പൊ പിന്നെ എന്തുണ്ടാവുക? കുറെ ടിഷ്യൂ പേപ്പർ ഇരിക്കുന്നുണ്ടാവും. അപ്പൊ എന്താ ഇതിന്റെ കാര്യം? ഞാൻ പറയണത് അത് അവന്റെ ഒരു സംസ്കാര രീതിയാണ്. ഞാൻ ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിച്ച മറ്റൊരു സാധനമാണത്. ഹോട്ടലിൽ ചെല്ലാതെ ഒരിക്കലും നമുക്ക് മനസ്സിന് പേടിയില്ലാതെ ആവാത്തൊരു സാഹചര്യം ഉണ്ടാകാൻ കാരണം ശരിക്കും അമേരിക്കയുടെ പുറത്തുള്ള ഓരോ ടോയ്ലറ്റിലും വെള്ളമില്ല. ഒറ്റ ടോയ്ലറ്റിലും ഉണ്ടാവില്ല. വൈറ്റ് ഹൗസിലെ ടോയ്ലറ്റിലും വെള്ളമില്ല. വൈറ്റ് ഹൗസിലും പോയപ്പോ അവിടെയും ടോയ്ലറ്റ് വെള്ളമില്ല. എന്താ സംഭവം? അവിടെയൊക്കെ ടിഷ്യൂ പേപ്പർ ഉണ്ട്. അപ്പോ വൃത്തിയുടെ ഒരു സംസ്കാര രീതി അതാണെന്ന് പറയാനാവോ? മനുഷ്യൻ പ്രാകൃതനായിരുന്ന കാലത്ത് വസ്ത്രം ഉണ്ടായിരുന്നില്ല. സൗഅത്തൈനിയെ മറച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ആദമും ഹവ്വയും തുടക്കത്തിൽ. അത് മറക്കാനാണ് അള്ളാഹു അവരോട് ആദ്യം ആവശ്യപ്പെട്ടത്. അപ്പോൾ ആദിമകാലത്തെ മനുഷ്യന്റെ പ്രാകൃത ഭാവത്തിൽ ഒന്നാണ് വസ്ത്രത്തിന്റെ ചെറുപ്പം. അല്ലെ? വസ്ത്രം വലുതായത് എവിടെ നിന്നാണ്? സംസ്കൃത മനുഷ്യന്റെ വലിപ്പത്തിലാണ്. എന്നാൽ വസ്ത്രം വീണ്ടും ചെറുതാവുന്നു നാം എവിടെ കാണുന്നു? അമേരിക്കയിൽ കാണുന്നു. ക്യാമ്പസുകളിൽ വസ്ത്രം തീരെയും ഇല്ലാതെ പോകുന്ന ഒരവസ്ഥ കാണുന്നു. ശരിക്കും പ്രാകൃത മനുഷ്യരുടെ കൂട്ടാണ് യഥാർത്ഥത്തിൽ നാം അമേരിക്കയിൽ കാണുന്നു. അവന്റെ സയന്റിഫിക് ആയിട്ടുള്ള ഈ വലിപ്പങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും അവൻ പ്രാകൃതനാകും. ശുദ്ധിയിൽ, വൃത്തിയിൽ, വസ്ത്രത്തിൽ പ്രാകൃതനായവന്റെ പിന്നാലെ പോയാൽ നാം പ്രാകൃതരല്ലേ ആവും? അല്ലെ? അപ്പോ ശുദ്ധി ഏറ്റവും നന്നായി പഠിപ്പിച്ച മുഹമ്മദ് നബി, വൃത്തി ഏറ്റവും നന്നായി പഠിപ്പിച്ച മുഹമ്മദ് നബി, സംസ്കാരം ഏറ്റവും നന്നായി പഠിപ്പിച്ച മുഹമ്മദ് നബി, വസ്ത്രധാരണം ഏറ്റവും മനോഹരമാക്കി പഠിപ്പിച്ച മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ മഹാനുഭാവന്റെ പരിശുദ്ധ വഴിയല്ലേ നമ്മുടെ വഴിയാകേണ്ടത്? അതുകൊണ്ട് ആ വഴിയല്ലാത്തവരെ ഉപദേശിക്കുക എന്നതുകൂടി നമ്മൾ ഏറ്റെടുക്കണമെന്നതാണ് ഈ ക്ലാസ്സിൽ ഏറ്റവും പ്രധാനമായി പറയാനുള്ളത്. അഷ്റഫുൽ ഖൽഖ് പറയുന്നു, ഈ ബനു ഇസ്രായേലിനെ നശിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം അവരുടെ കൂട്ടത്തിൽ ആരും മറ്റൊരാളെ ഉപദേശിച്ചിരുന്നില്ല. അവസാന കാലത്തിന്റെ ലക്ഷണങ്ങളിൽ പ്രധാനമായി പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഏറ്റവും അവസാനം റസൂലുള്ളാഹി ഇങ്ങനെ പറഞ്ഞു അവസാനിപ്പിക്കാൻ, കൈഫാൻതും ഇദാ തഗാ നിസാഉകും വഫസക ശുബ്ബാനുകും. നബിയുടെ ചോദ്യം, നിങ്ങളുടെ പെണ്ണുങ്ങൾ വഴികെട്ടു പോവുകയും നിങ്ങളുടെ ചെറുപ്പക്കാർ മോശമാവുകയും ചെയ്താൽ എന്ത് തോന്നുന്നു എന്നാണ് റസൂലുള്ളാഹിയുടെ ചോദ്യം. സ്വഹാബത്ത് ചോദിക്കുന്നു, ആ കായിനുൻ, അങ്ങനെ സംഭവിക്കോ? റസൂലുള്ളാഹി പറയുന്നു, ഒക്കെ ഉണ്ടാവും. നബി പറയുന്നു, തിന്മ കൽപ്പിക്കുകയും നന്മ വിരോധിക്കുകയും ചെയ്യുന്ന കാലം വരും. സുബ്ഹാനല്ലാഹ്. തിന്മ നമ്മൾ എന്ത് ചെയ്യും? കൽപ്പിക്കും. നന്മ വിരോധിക്കുകയും ചെയ്യുന്ന കാലം. ഒടുക്കം പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഒടുക്കം അവസാനം നന്മ കൽപ്പിച്ചവന് ഭ്രാന്ത് പിടിച്ചു പോകുന്ന കാലം വരുമെന്ന് മുഹമ്മദ് നബി. അവനെന്നെ തോന്നിപ്പോകും, പടച്ചോനെ എനിക്കാണോ ഒട്ട് അതോ അവർക്കാണോ എന്ന്. അതാണ് സംഭവം. കാരണം ഇവൻ ഒറ്റപ്പെട്ടിട്ട് അവസാനം അങ്ങനെ തോന്നും. പണ്ടൊരു സൂഫി കഥയുണ്ടല്ലോ, ഒരു കിണറ്റിൽ നിന്ന് വെള്ളം കോരി കുടിച്ചാൽ എല്ലാവരും ഭ്രാന്തന്മാരാകുന്നു സൂഫി സ്വപ്നത്തിൽ കണ്ടു. അന്ന് സൂഫി എന്ത് ചെയ്തു? പിറ്റേ ദിവസം ആ കിണറ്റിലെ വെള്ളം മുഴുവനും കോരി ഒരു പാത്രത്തിലാക്കി ആർക്കും കൊടുക്കാതെ വെച്ചു. പക്ഷെ ആളുകൾ എന്ത് തീരുമാനിച്ചു? ഇയാൾക്ക് എന്തേ പറ്റി? ഞങ്ങളൊക്കെ വെള്ളം കുടിക്കുന്ന വെള്ളം മുഴുവനും ഇയാൾ എന്തേ കോരിക്കുട്ടി വെച്ചു? അയാൾ ഇടയ്ക്ക് പോയി ആ വെള്ളം ബലമായി പിടിച്ചു. അയാൾ പറഞ്ഞു, ഇത് കുടിച്ചാൽ ഭ്രാന്താവുന്നതാണ് എനിക്ക് കിട്ടിയ പ്രത്യേകമായ അറിവ്, അതുകൊണ്ട് ഞാൻ തരില്ല എന്ന് പറഞ്ഞു. പക്ഷെ അയാൾ ബലമായി എല്ലാവരും കൂടി വാങ്ങി അത് കുടിച്ചു. എല്ലാവർക്കും വട്ടായി.
സൂഫിക്ക് മാത്രം ഒരു വട്ടൂല, അയാൾ ഇങ്ങനെ ഇരുന്നു. പക്ഷെ കുറെ കഴിഞ്ഞപ്പോ ആളുകൾ പരസ്പരം ചോദിക്കാൻ തുടങ്ങി, നമ്മളൊക്കെ ഇങ്ങനെ നടക്കുമ്പോ മൂപ്പരെന്താ എങ്ങനെയാവാത്തത്? അപ്പൊ ആർക്കാവട്ട് ഹസന് സൂഫിക്കും തോന്നി സംഗതി ശരിയാണ്. ഇപ്പൊ ഞാൻ മാത്രം മാറിക്കണുള്ളൂ, വേറെ എല്ലാവരും എന്താണ്? അതുകൊണ്ട് ഞാനും ആ വെള്ളം കുടിച്ചേക്കാന്ന് ചോദിച്ചു. അവസാനം സൂഫി എന്തായി? ആ വെള്ളം കുടിച്ചു എന്ന് പറഞ്ഞ പോലെയാണ് ഇന്നത്തെ അവസ്ഥ. അങ്ങനെയാണ്. സുബ്ഹാനല്ലാഹ്. എല്ലാവരും പോണടത്തേക്ക് പോകേണ്ടി വന്നിട്ടില്ലെങ്കിൽ അവൻ വട്ടനാണ്, അവൻ പ്രാകൃതനാണ്. നോക്കൂ നിങ്ങൾ, എന്റെ താരതമ്യത്തിൽ എനിക്ക് നോക്കാൻ കഴിയുന്നത് അഷ്റഫുൽ ഖൽക്കിന്റെ സംസ്കാരത്തെ, അതിന്റെ വലിപ്പത്തെയാണ്. മറുഭാഗത്ത് കാണുന്നത് വസ്ത്രം മുരിഞ്ഞവന്റെ, വൃത്തികേടുകൾ കാണിക്കുന്നവന്റെ, നിരന്തരം മദ്യം കഴിച്ചുകൊണ്ട് പ്രാകൃതമായ ഭാവത്തിൽ പോകുന്നവന്റെ. അവനാണ് നമ്മോട് പറയുന്നത്, നീ ആരാകണം? നീ ഒരു സംസ്കാര സ്വഭാവമുള്ളവനാണോ? ആരോടെ പറഞ്ഞത്? മുസ്ലിമിനോട്. ഏറ്റവും നല്ല സംസ്കാരത്തെ നോക്കിയാ പറഞ്ഞത്, നീ സംസ്കാരം ഉണ്ടാക്കണം. നീ 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 ഇതേപോലെ പ്രാകൃതനാവരുത്. ഏത് പ്രാകൃതൻ? 16-ാം നൂറ്റാണ്ടിൽ ഒരു സമൂഹത്തെ, 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരു ജനതയെ മാറ്റിയ മുഹമ്മദ് നബിയുടെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംസ്കാരം പുൽകിയവൻ. അതുകൊണ്ട് ധൈര്യമായി പറയൂ, ഇന്നനി അന മുസ്ലിം. ഞാൻ ആരാണ്? ഞാൻ മുസ്ലിമാണ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർഹമുർ റഹീമീനായ റബ്ബേ, ഈ പരിശുദ്ധ സദസ്സിലിരുന്നതിന്റെ പേരിൽ നീ ഞങ്ങളെ സ്വർഗത്തിലിരുത്തണേ അല്ലാഹ്. നിന്റെ ഹബീബോടൊപ്പം സ്വർഗത്തിൽ കൂട്ടണേ പടച്ചോനെ. അല്ലാഹുവേ, ഞങ്ങളുടെ പാപങ്ങളെ പൊറുക്കണേ അല്ലാഹ്. ഞങ്ങളുടെ തിന്മകൾക്ക് നീ മാപ്പു തരണേ അല്ലാഹ്. റഹ്മാനും റഹീമുമായ റബ്ബേ, ഞങ്ങളുടെ ജീവിതത്തിൽ നീ സന്തോഷം നിറച്ചു തരണേ അല്ലാഹ്. നിന്നെ ആരാധിക്കുക എന്നതിന്റെ ആസ്വാദ്യതയെ ഞങ്ങൾക്ക് നീ അനുഭവിപ്പിക്കണേ റബ്ബേ. അല്ലാഹുവേ, നമസ്കാരം ഒരു മധുരമാക്കണേ അല്ലാഹ്. ഈമാൻ ഒരു മധുരമാക്കി തരണേ റഹ്മാനെ. ആസ്വാദ്യകരമാക്കണേ അല്ലാഹ്. നാഥ, ഞങ്ങളുടെ ജീവിതത്തിൽ നിന്റെ ദീൻ മുറുകെ പിടിച്ച് ജീവിക്കാനുള്ള അവസരവും സൗഭാഗ്യവും തരണേ അല്ലാഹ്. റബ്ബേ, ഞങ്ങളുടെ ക്യാമ്പസുകളിൽ കാണുന്ന എല്ലാ വൃത്തികേടുകൾക്കും എതിരായൊരു മനസ്സ് തരണേ റഹ്മാനെ. ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നീ ഈമാനിനെ ജ്വലിപ്പിക്കണേ അല്ലാഹ്. നിന്റെ നന്മയെ പ്രകാശിപ്പിക്കാനാകും വിധം ഞങ്ങളുടെ മനസ്സുകളെ നീ പ്രകാശിപ്പിക്കണേ റബ്ബേ. ഞങ്ങളുടെ വ്യക്തിത്വങ്ങളെ നീ ശോഭമാനമാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നീ വിശുദ്ധി നിറച്ചു തരണേ തമ്പുരാനെ. നിന്റെ പരിശുദ്ധ ഗ്രന്ഥത്തിന്റെ വിശുദ്ധി നൽകണേ റബ്ബേ. അതിന്റെ പ്രകാശം തരണേ റഹ്മാനെ. ഞങ്ങളുടെ മക്കളെ നീ നന്നാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ഈ ചെറുപ്പക്കാരും ഈ പെങ്ങന്മാരും നീ നിന്റെ ദീനിന് ഉപകാരപ്രദമാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഈ ക്ലാസ്സിൽ നിന്ന് നീ നന്മയെ ഉൾക്കൊള്ളാനും അതിനെ പ്രാവർത്തികമാക്കാനും നീ തൗഫീഖ് കൊടുക്കണേ റബ്ബേ. റഹ്മാനുർ റഹീമീനെ, ഞങ്ങളെ നിന്റെ മുത്തഖീങ്ങളിൽ ജീവിപ്പിക്കണേ അല്ലാഹ്. നാഥാ, നിന്റെ പരിശുദ്ധ ദീനിന്റെ മാർഗത്തിൽ നീ ഞങ്ങളെ ജീവിപ്പിക്കണേ റഹ്മാനെ. റബ്ബേ, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് വന്നിട്ടുള്ള അസുഖങ്ങളെ നീ മാറ്റണേ അല്ലാഹ്. അവർക്ക് നീ ശിഫാ കൊടുക്കണേ റഹ്മാനെ. ഈ പരിശുദ്ധമായ ഈ സദസ്സിന്റെ ഹക്ക് കൊണ്ട് അല്ലാഹുവേ, രോഗങ്ങൾ നീ ശിഫാ ചെയ്യണേ റഹ്മാനെ. അല്ലാഹുവേ, ഒരു തരത്തിലുമുള്ള ബുദ്ധിമുട്ടോ വേദനയോ ഞങ്ങൾക്ക് നീ വരുത്തരുതേ റഹ്മാനെ. ഞങ്ങളുടെ ആയുസ്സുകളെ നീ വർദ്ധിപ്പിച്ചു തരണേ റഹ്മാനെ. ഞങ്ങളുടെ മക്കളെ നീ സ്വാലിഹീങ്ങളും ആബിദീങ്ങളുമാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ നീ ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ. ഇബ്രാഹീമിന്റെ വാർദ്ധക്യത്തിലും മക്കളെ കൊടുത്ത റബ്ബേ, മക്കൾക്ക് വേണ്ടി കേഴുന്നവർക്ക് നീ കുഞ്ഞുമക്കളെ കൊടുക്കണേ അല്ലാഹ്. അവർക്ക് നീ സ്വാലിഹീങ്ങളായ, നീ ആരോഗ്യദൃഢഗാത്തരായ, ഈ അവരുടെ ജീവിതത്തിന് തുണയാകാൻ കഴിയുന്ന, രണ്ട് ലോകത്തും സഹായികളായ മക്കളെ നീ പ്രദാനം ചെയ്യണേ റഹ്മാനെ. അർഹമുർ റഹീമീനായ അല്ലാഹ്, നിരാശകൾ വരുത്തരുതേ റഹ്മാനെ. നിന്റെ ദീനിന് സ്വതക്ക ചെയ്യുന്ന നല്ല മനുഷ്യർക്ക് നീ നിരാശ കൊടുക്കരുതേ റഹ്മാനെ. നിന്റെ ദീനിനെ ഖിദ്മത്ത് ചെയ്യുന്നവരെ നീ സഹായിക്കണേ അല്ലാഹ്. നിന്റെ ദീനിനെ സ്നേഹിക്കുന്നവരെ നീ സഹായിക്കണേ റഹ്മാനെ. നിന്റെ ദീനിന്റെ ഇൽമുകൾക്ക് വേണ്ടി പണിയെടുക്കുന്നവരെയും പണം കൊടുക്കുന്നവരെയും നീ സഹായിക്കണേ റഹ്മാനെ. റഹ്മാനുർ റഹീമീനായ റബ്ബേ, ഈ മക്കളുടെ വിദ്യാഭ്യാസത്തിൽ നീ വിജയം കൊടുക്കണേ അല്ലാഹ്. സമൂഹോപകാരമാക്കണേ അല്ലാഹ്. കുടുംബത്തിന് ഉപകാരമാക്കണേ അല്ലാഹ്. റബ്ബേ, ഇത് നീ ഖിയാമത്ത് നാൾ വരെ നിലനിർത്തണേ അല്ലാഹ്. ഈ നന്മകൾ നിലനിർത്തണേ റഹ്മാനെ. ഇതിൽ നിന്ന് വെളിച്ചം കൊടുക്കണേ റഹ്മാനെ. റബ്ബനാ, ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ മുത്തഅല്ലിമീങ്ങളെ നീ സാലിഹീങ്ങളാക്കണേ റഹ്മാനെ. നല്ല ആലിമീങ്ങളാക്കണേ റഹ്മാനെ.
രണ്ട് ലോകത്തും പ്രയോജനമുള്ളവരാക്കണേ അല്ലാ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. അല്ലാഹുവേ, ഈ പരിശുദ്ധമായ ക്ലാസ് നിരന്തരം കേൾക്കാൻ വേണ്ടി ഒരുപാട് തിരക്കുകൾക്കിടയിൽ നിന്ന് ഓടി വന്നവരിവിടെയുണ്ട്. അതുപോലെ തന്നെ ഓരോ ക്ലാസ് റൂമുകളിലും ഗൾഫ് നാടുകളിൽ തിരക്കുകൾക്കിടയിലും ഇത് കേൾക്കാനിരിക്കുന്ന സഹോദരീ സഹോദരന്മാരുണ്ട്. പലപ്പോഴും ഗൾഫിൽ ചെല്ലുമ്പോൾ അത് കേട്ടതിന്റെ വർത്തമാനം പറയുന്ന സുഹൃത്തുക്കളുണ്ട്. അല്ലാഹുവേ, അവരുടെ പ്രശ്നങ്ങൾ നീ പരിഹരിക്കണേ റബ്ബേ. അവരുടെ തെറ്റുകൾ, അവരുടെയും ഞങ്ങളുടെയും പാപങ്ങൾ പൊറുക്കണേ റബ്ബേ. ഞങ്ങൾക്ക് സംഭവിക്കുന്ന പിഴവുകൾ പൊറുക്കണേ റഹ്മാനേ. അല്ലാഹുവേ, പ്രവാസലോക ജീവിതത്തെ നീ ബറക്കത്തിലാക്കി കൊടുക്കണേ റഹ്മാനേ. കുടുംബങ്ങളോടൊപ്പം ജീവിക്കാനുള്ള ആയുസ്സും ആരോഗ്യവും നീ ഞങ്ങൾക്കും അവർക്കും നൽകണേ അല്ലാ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം.